പറഞ്ഞല്ലോ. വശംസി വളുഹാഹ, സൂര്യനെ തന്നെയാണ് സത്യം. വളുഹാഹ, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. വൽഖമരി ഇദാ തലാഹ, സൂര്യന്റെ പ്രഭയെ, സൂര്യനോട് തുടർന്ന് വരുന്ന ചന്ദ്രനെ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ ജല്ലാഹ, ശോഭയായി തെളിഞ്ഞു വരുന്ന പകലിനെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യഗ്ശാഹ, വെളിച്ചത്തെ മൂടിവെക്കുന്ന ഇരുട്ടിനെ തന്നെയാണ് സത്യം. വൽഅർള വസ്സമാഇ വമാ ബനാഹാ, മനുഷ്യന്റെ കണ്ണെത്താ ദൂരത്തെ ഉന്നതങ്ങളിൽ നക്ഷത്രത്തെയും അമ്പിളിമാമനെയും കോടാനുകോടി ഗാലക്സികളെയും സംവിധാനിച്ച ആകാശത്തെ പടച്ചവനെ തന്നെയാണ് സത്യം. വൽ അർളി വമാ തുഹാഹാ, ഉരുണ്ട ഭൂമിയായിരിക്കെ മനുഷ്യന് ജീവിക്കാൻ അത് പരത്തി കൊടുത്തവനെ തന്നെയാണ് സത്യം. വനഫ്സിൻ വമാ സവ്വാഹാ, മനുഷ്യ ശരീരത്തെ രൂപപ്പെടുത്തി തന്ന അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, ഫഅൽഹമഹാ, ആ മനുഷ്യ ശരീരത്തിന് ഇൻസ്പിറേഷൻ കൊടുത്തവനെ തന്നെയാണ് സത്യം. ആ മനുഷ്യ ശരീരത്തിന് പറഞ്ഞു കൊടുത്തവനെ തന്നെ സത്യം. എന്ത്? ഫുജൂറഹാ വതഖ്വാഹാ, എന്താണ് നല്ലതെന്നും എന്താണ് ചീത്തയെന്നും മനുഷ്യ ശരീരത്തിന്റെ ഡീഫോൾട്ട് സെറ്റിംഗ്സിൽ സംവിധാനിച്ചവനാണ് അല്ലാഹു. മതമില്ലെങ്കിലും ജാതിയില്ലെങ്കിലും ഒരു സ്കൂളിൽ പോയില്ലെങ്കിലും പൊതുവെ അംഗീകരിക്കപ്പെടുന്ന നന്മകൾ നന്മയാണെന്നും തിന്മകൾ തിന്മയാണെന്നും എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നുണ്ട്, ഇല്ലേ? ആരാണിത് പഠിപ്പിച്ചു കൊടുത്തത്? കൊലപാതകം തെറ്റാണെന്ന് നിരീശ്വരവാദിയും പറയും, മോഷണം തെറ്റാണെന്ന് അവനും പറയും, അനാചാരവും അരാജകത്വവും വേണ്ടെന്ന് ഏത് നിരീശ്വരവാദിയും പറയുന്നുണ്ട്, അല്ലേ? ഒരമ്മയെ കുഞ്ഞ് വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ പിതാവിനെ ചവിട്ടി പുറത്താക്കുന്നത് മോശമാണെന്ന് നിരീശ്വരവാദിക്കും അറിയാം. എവിടുന്ന് കിട്ടി ഈ വിവരം? എവിടുന്ന് കിട്ടി ഈ വിവരം? ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, മനുഷ്യ ശരീരത്തിന് നന്മ തിന്മയുടെ ഫൗണ്ടേഷൻ കൊടുത്തവനാണ് അല്ലാഹു. നന്മയും തിന്മയും നമുക്കറിയാം. ആ നന്മ തിന്മയെ പരിപോഷിപ്പിക്കുകയാ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ചെയ്തത്. അതാണ് വിശുദ്ധ ഖുർആൻ ചെയ്തത്. അതാണ് ലോകത്ത് ഇസ്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്മ തിന്മകളുടെ അടിസ്ഥാനം നമുക്കറിയാം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, 2.5 വയസ്സുള്ള കുട്ടി വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ വസ്ത്രമിടാതെ നിൽക്കുകയാണെങ്കിൽ റൂമിലേക്ക് ഓടുന്നത് കണ്ടിട്ടില്ലേ? ആരാണ് ഈ കുഞ്ഞിനെ നാണം പഠിപ്പിച്ചു കൊടുത്തത്? ആരാണ്? അന്യ ആളുകളുടെ മുമ്പിൽ ഇത് കാണിച്ചുകൂടാ എന്ന് കുഞ്ഞിനെ പഠിപ്പിച്ചത് ആരാണ്? ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഈ നന്മതിന്മകളെ മനുഷ്യന് ബോധിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ ആജ്ഞകൾ നോക്കണം. ഇനി പറയാൻ പോകുന്ന വിഷയം ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ആരാണോ ഈ ശരീരത്തെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരുന്നത് അവര് രക്ഷപ്പെട്ടിരിക്കുന്നു. നന്മ തിന്മ നമുക്കറിയാം. സ്കരിക്കാതെ കടന്നുവെന്ന് അറിയാൻ പറ്റുന്നുണ്ട്, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. അന്യ ആളുകളെയോ അന്യ ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ പരസ്പരം നോക്കുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, അന്യൊരു ആണിനെ സംബന്ധിച്ചിടത്തോളം അന്യൊരു പെണ്ണിനെ, ഇതൊക്കെ ഹറാമാണെന്നും കുറ്റകരമാണെന്നും അല്ലാഹു അനുവദിക്കുന്നില്ലെന്നറിയാം. فألهمها فجورها وتقواها قد أفلح من زكاها. ആണേ പെണ്ണേ, ഖദ് അഫ്ലഹ മൻ, ഒരാൾക്ക് വിജയം ലഭിച്ചു, സക്കാഹ, ഈ ശരീരത്തിന് പരിശുദ്ധി കൈവരിച്ചു കൊടുത്തവർ. ഈ ശരീരത്തിന് ആരാണോ പരിശുദ്ധിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നവർ അവർ വിജയിച്ചിരിക്കുന്നു. മറുവശത്തോ വഖദ് ഖാബ മൻ ദസ്സാഹാ, ആരാണോ ഈ ശരീരത്തെ ചവിട്ടി തേച്ച് ഇല്ലാതാക്കിയത്, ആരാണോ ഈ ശരീരത്തെ നശിപ്പിച്ചു കളഞ്ഞത്, ഹറാമുകൾ ചെയ്തിട്ട് മോശപ്പെട്ടതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് തിന്മയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ച് അല്ലാഹു ചെയ്ത നിഅമത്തുകളെല്ലാം അവൻ ഇഷ്ടപ്പെടാത്തതിന് ചെലവഴിച്ചിട്ട്, ദസ്സാഹാ, കാലുകൊണ്ട് ചവിട്ടി തേക്കുന്നതിന് ദാസ യദൂസു എന്ന അറബിയിൽ പറയാം. അങ്ങനെ കാലുകൊണ്ട് ചവിട്ടി മതിക്കുന്ന പോലെ ഈ പരിശുദ്ധമായ ശരീരത്തെ നശിപ്പിച്ചു കളഞ്ഞവർക്ക് ഖാബ്, നാളെ പരാജയമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശംസിലൂടെ പഠിപ്പിക്കുകയാണ്. ഇതൊരു മനോഹരം. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ.
വമാ ഖലഖൽ ദകറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്താ. മനോഹരമായ സൂറത്തുകളാണ് ഇതൊക്കെ. സൂറത്തുൽ ലൈൽ, വല്ലൈലി ഇദാ യഗ്ഷാ, മനുഷ്യരെ ആവരണം ചെയ്യുന്ന മൂടിക്കഴിയുന്ന ഇരുട്ടിനെ തന്നെയാണ് സത്യം. ഇതൊരു മനോഹരമാണ്. ഇരുട്ടിനും മനോഹാരിതയുണ്ട്, വെളിച്ചത്തിന് മനോഹാരിതയുണ്ട്. വല്ലൈലി, ഇരുട്ടിനെ തന്നെയാണ് സത്യം. നമ്മൾ രാത്രിയിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? വല്ലൈലി, രാവിനെ തന്നെയാണ് സത്യം. ഇദാ യഗ്ഷാ, ഭൂമിയിലുള്ള സർവരെയും അത് മൂടി പുതച്ചു കഴിയുന്ന ഇരുട്ട്. വന്നഹാരി ഇദാ തജല്ലാ, വെളിച്ചമായി ശോഭയായി തെളിഞ്ഞു വരുന്ന പകലിനെ തന്നെയാണ് സത്യം. വമാ ഖലഖൽ ദകറ വൽ ഉൻസാ, ആണിനെയും പെണ്ണിനെയും പടച്ചവനെ തന്നെയാണ് സത്യം. അത്ഭുതമാണ്. ഖലഖൽ ദകറ വൽ ഉൻസാ. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന്റെ ശരീരത്തിന്റെ സർവമാന ഗുണങ്ങളും പൗരുഷവും അടക്കം ഒരു പെണ്ണിന്റെ സ്ത്രൈണതയുടെ സർവ്വഗുണങ്ങളും സമ്മേളിക്കുന്ന ശരീരം പെണ്ണിനും. ആണിന്റെ ശരീരവും അവന്റെ ഭാവങ്ങളും അവന്റെ ചിന്തയും അവന്റെ വൈകാരികതയും അവന്റെ എല്ലാം ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ ആണോ പെണ്ണോ എന്ന് തിരിയത്തക്ക രീതിയിൽ മനുഷ്യ ശരീരത്തെ സംവിധാനിച്ചവൻ. അല്ലാഹുവിന്റെ മഹത്വം പറയാൻ, വമാ ഖലഖൽ ദകറ വൽ ഉൻസാ, ആണിനെയും പെണ്ണിനെയും പടച്ചവനെ തന്നെയാണ് സത്യം. ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണല്ലോ. ആണ് പെണ്ണ്, നന്മ തിന്മ, ഇരുട്ട് പകല് വ്യത്യസ്തങ്ങളാണല്ലോ നിങ്ങളുടെ കർമ്മങ്ങൾ പോലും. ഇന്ന സഅയകും ലശത്താ, നിങ്ങളിൽ നന്മ ചെയ്ത് ജീവിക്കുന്ന എത്രയോ ആളുകൾ രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കൊഴിച്ച് സുബഹിക്ക് മുമ്പായി എഴുന്നേറ്റ് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ എന്ന് ദിക്ർ ചൊല്ലി, ബാത്റൂമിലേക്ക് പോകേണ്ട ദിക്ർ ചൊല്ലി വുദു എടുത്ത് വന്ന് സ്കാരപ്പായ വിരിച്ച് സുബ്ഹിയെ കാത്തുനിന്ന് ആ പാതിരാവിന്റെ അവസാന യാമങ്ങളിൽ കൈയുയർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ഈ ലോകത്തിന്റെ ഉന്നതനായ അല്ലാഹുവേ എനിക്ക് മാപ്പ് തരണേ, എന്നോട് ക്ഷമിക്കണേ എന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലുകയും ഖുർആൻ ഓതുകയും നിസ്കരിക്കുകയും ചെയ്ത് രാത്രിയുടെ അവസാനം കഴിച്ചുകൂട്ടുന്ന എത്രയോ നല്ല മനുഷ്യന്മാർ. മറുവശത്തോ കള്ളു കുടിച്ചിട്ട് മയക്കുമരുന്നടിച്ചിട്ട് പാതിരാ നേരത്ത് വീട്ടിലേക്ക് കയറി വരുന്ന ചെറുപ്പക്കാർ. وبالأسحار هم يستغفرون كانوا قليلا من الليل ما يهجعون كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون. രാത്രി കുറച്ചു മാത്രം ഉറങ്ങുകയും ആ അത്താഴ നേരത്ത് അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യർ ഒരു ഭാഗത്ത്, മറുവശത്തോ ഇരുട്ടിന്റെ മറവിലൂടെ തിന്മകൾ ആരും കാണില്ലെന്ന് വിചാരിച്ച് വ്യഭിചാരവും തോന്നിവാസവും മദ്യപാനവും രാത്രി മുഴുവനും അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആഭാസങ്ങൾ മുഴുവനും ചെയ്തുകൂട്ടി സുബ്ഹിയാകുമ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന ചെറുപ്പക്കാർ, അത്തരം ആണുങ്ങളോ പെണ്ണുങ്ങളോ, ഇന്ന സഅയകും ലശത്താ, വിഭിന്നമായ രണ്ട് കർമ്മപഥങ്ങൾ, ഒരു കൂട്ടർ സ്വർഗത്തിലേക്ക് ഒരു കൂട്ടർ നരകത്തിന്റെ വഴി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ന സഅയകും ലശത്താ, ആണ് പെണ്ണ് എന്ന് പറയുന്ന വ്യത്യസ്തത പോലെ, രാവ് പകല് എന്ന് വ്യത്യസ്തമായതുപോലെ ആയത്തുകൾ നോക്കിയില്ലേ? വല്ലൈലി രാവ്, വന്നഹാരി പകല്, അദ്ദഖറ ആണ്, അൽ ഉൻസാ പെണ്ണ്. ഇന്ന സഅയകും ലശത്താ, ഇതുപോലെ നിങ്ങളുടെ കർമ്മങ്ങൾ പോലും നിങ്ങൾ മാറ്റിമറിച്ചുവല്ലോ. ഇന്ന സഅയകും ലശത്താ, കർമ്മങ്ങൾ വ്യത്യാസമാണല്ലോ. രാവും പകലും അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ച് സ്വർഗം വേണം പടച്ചവനെ എന്ന് ചിന്തിച്ച് നടക്കുന്ന എത്രയോ ആളുകൾ. നേരം വെളുത്താൽ നാളെ എന്തൊക്കെ ആനന്ദങ്ങളാണാവോ എനിക്ക് കിട്ടുന്നത് എന്ന് ചിന്തിച്ച് ആനന്ദങ്ങളുടെ എന്റർടൈൻമെന്റുകളുടെ പിന്നാലെ പോകുന്ന ഒരു സമൂഹം മറുവശത്ത്. ഇന്ന സഅയകും ലശത്താ, അല്ലാഹുവിന്റെ വചനം, ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. ഫഅമ്മാ മൻ അഅതാ, ആരാണോ അല്ലാഹുവിന് വേണ്ടി നൽകുന്നത്,
എന്തെന്ന് പറഞ്ഞോ? ഇല്ല. അഅ്താ നൽകുക, ടു ഗിവ്, അത് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും. അതിനൊരു ഒബ്ജക്റ്റ് വേണം, എന്ത് നൽകുക എന്ന് പറയണം. അത് അല്ലാഹു പറഞ്ഞില്ല. അറബിയിൽ അങ്ങനെ ഒരു മഫ്ഊൽ ബിഹി പറഞ്ഞില്ലെങ്കിൽ യുഫീദുൽ ഉമൂം, അതിന്റെ അർത്ഥം വ്യാപ്തമാണ്. ഫഅമ്മാ മൻ അഅ്താ, ആരെങ്കിലും നൽകുകയും, എന്ത്? സമ്പത്താകാം അല്ലാഹുവിന് നൽകുന്നത്, സമയമാകാം അല്ലാഹുവിന് നൽകുന്നത്, ആരോഗ്യമാകാം അല്ലാഹുവിന് നൽകുന്നത്, അധ്വാനമാകാം അല്ലാഹുവിന് നൽകുന്നത്. എന്താണോ നിങ്ങൾ അല്ലാഹുവിന് നൽകുന്നത്, വത്തഖാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ, വസദ്ദഖ ബിൽ ഹുസ്നാ, നാളെ പരലോകമുണ്ടെന്ന ബോധമുണ്ടാവുകയും നാളെ എന്റെ കർമ്മങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകാൻ പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ, ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, നന്മയുടെ വഴിയിലേക്ക് ഞാൻ അവരെ എളുപ്പമാക്കി കൊടുക്കും. യുസ്റാ, സ്വർഗത്തിന്റെ വഴിയാണത്. സ്വർഗത്തിന്റെ വഴിയിലേക്ക് അല്ലാഹു എളുപ്പമാക്കി തരും. എന്ത്? അഅ്താ. ഇന്ന് ചിന്തിക്കുക, ഞാൻ അള്ളാഹുവിന് വേണ്ടി എത്ര സമയം കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി എന്റെ അധ്വാനത്തിന് എത്ര കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി എന്റെ സമ്പത്തിൽ നിന്ന് ഞാൻ എന്ത് കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി എന്റെ ചിന്തയിൽ നിന്ന് എത്ര ഞാൻ കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി എന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അള്ളാഹുക്ക് വേണ്ടി എത്ര കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി ഞാൻ ഉപയോഗിച്ച ഫോൺ, ഞാൻ ഉപയോഗിച്ച എന്റെ സോഷ്യൽ മീഡിയ, അള്ളാഹുവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? അഅ്താ, അള്ളാഹുവിന് കൊടുത്തോ? വത്തഖാ, അതിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചോ? വത്തഖാ, എന്റെ റബ്ബ് എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ എന്റെ കൂടെയുണ്ട്, അവൻ എന്നെ നോക്കുന്നുണ്ട്, അവന്റെ ഇൽമും അവന്റെ ഖുദ്റത്തും അവന്റെ എല്ലാം എന്റെ കണ്ഠനാടിയേക്കാൾ അടുത്ത് നിൽക്കുകയാണെന്ന് ബോധിക്കുകയും, വസദ്ദഖ ബിൽ ഹുസ്നാ, എനിക്കിതിന് നാളെ പരലോകത്ത് പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്തത്. അല്ലേ? തന്റെ കൂട്ടുകാരെ മദ്യപിക്കാൻ പോകുമ്പോ പോകാതിരിക്കുന്ന ചെറുപ്പക്കാരൻ, എന്തിന്? എനിക്ക് അല്ലാഹു പ്രതിഫലം തരാൻ പോകുന്നുണ്ട്, ഞാൻ എന്റെ ശരീരത്തെ പിടിച്ചു വെക്കുന്നതിന്. തോന്നിവാസത്തിന് പോകാതെ, വിചാരത്തിന് പോകാതെ, ഹറാമായ ബിസിനസ്സുകൾക്ക് പോകാതെ, ഹറാമായ രീതിയിലേക്ക് അല്ലാഹു അനുവദിക്കാത്തത് ചെയ്യാതെ നിൽക്കുന്ന ഒരാൾ എന്തിനത് ചെയ്യുന്നു? സ്വദ്ദഖ ബിൽ ഹുസ്നാ, നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിച്ച് ഉറപ്പിച്ചവരാണവർ. ഖൂമൂ ഇലാ ജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളോളം വിശാലമായ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് മഹാനായ ഉമൈർ റളിയല്ലാഹു തആല അൻഹു കയ്യിലുണ്ടായിരുന്ന ഏതാനും ഈത്തപ്പഴം യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ ചൊല്ലുമ്പോ അതൊന്ന് കഴിച്ച് ഒരൽപ്പം ആരോഗ്യം ലഭിച്ച് ഒന്ന് ഓടിച്ചാടി നടന്ന് അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുന്നത്, ഖൂമൂ ഇലാ ജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് വരുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ബലാ, വരുന്നു നബിയേ, വരുന്നു നബിയേ, കാരക്ക തിന്നാൻ ഞാൻ ഭൂമിയിൽ സമയമെടുത്താൽ അത് നാളെ സ്വർഗത്തിലേക്ക് എത്താൻ ഒരൽപ്പം സെക്കൻഡുകൾ വൈകിപ്പോകുമല്ലോ, ഞാൻ ഈ കാരക്ക പോലും തിന്നുന്നില്ലെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞോടിയ ഉമൈർ റളിയല്ലാഹു തആല അൻഹു. യുദ്ധം കഴിഞ്ഞു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ ഒരു ചെറുപ്പക്കാരനെ കുളിപ്പിക്കുന്ന കാഴ്ച കാണുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കളത്തിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരനെ അല്ലാഹുവിന്റെ മാലാഖമാർ വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. തങ്ങൾ ചോദിച്ചു ഈ സ്വഹാബിയുടെ ഭാര്യയോട്, ഹൻദല റളിയല്ലാഹു അൻഹു ആണത്, എന്തേ സംഭവം? നബിയേ, ഇന്നലെ കല്യാണം കഴിഞ്ഞ രാവായിരുന്നു, ഇന്നലെ രാത്രി ആ രാവിലാണ് അല്ലാഹുവിന് വേണ്ടി രക്തസാക്ഷിത്വത്തിന് വേണ്ടിയുള്ള വിളിയാളം വന്നത്. നബിയേ, എന്റെ ഭർത്താവും ഞാനും ഒരുമിച്ചു കഴിഞ്ഞ ആദ്യത്തെ ദിവസമായിരുന്നു നബിയെ. ഒന്ന് നിർബന്ധമായ കുളി പോലും കുളിക്കാൻ സമയമില്ലാതെ ഓടിയതാണ്. അതുകൊണ്ടാണ് റഅയ്തുൽ മലായികത തുഗസ്സിലുഹു, അല്ലാഹുവിന്റെ മാലാഖമാർ ഹൻദല റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടുവന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ജീവിതമാണത്. പക്ഷേ വസദ്ദഖ ബിൽ ഹുസ്നാ, ഇതിന് നാളെ അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് പ്രതീക്ഷിച്ചു പോയതാണ്. അല്ലാഹു പ്രതിഫലം നൽകും.
എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ത്യാഗം ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്, നന്മതിന്മകൾ അളക്കാനുള്ള ലോകമാണ്. പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന പോലെ നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ റിസൾട്ട് വരുന്നത് പരലോകം, മരണാനന്തര ജീവിതം. അല്ലാതെ ഒരു മരണവും ഒരു പരലോകവും ഇല്ലായിരുന്നുവെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യൻ 60-70 വർഷക്കാലം ഇവിടെ ത്യാഗം ചെയ്ത് ജീവിച്ചു പോയിട്ട് എന്ത് ഫലം? എന്താണ് ഇതിന്റെ കാരണം? എന്താണ് ഇതിന്റെ ഫലം? എന്താണ് ഇതിന്റെ യുക്തി? ഒന്നുമില്ലെങ്കിൽ അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെയൊക്കെ വെറുതെ അങ്ങ് പടച്ചതാണെന്ന് നിങ്ങൾ വിചാരിച്ചുവോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, എന്റെ മുമ്പിലേക്ക് തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചോ? ഇല്ല അല്ലാഹുവേ, ഞങ്ങൾ നീ നിശ്ചയിച്ച സമയത്തേക്ക് ഒരൽപ്പകാലത്തേക്ക് ജീവിക്കാൻ വന്നവർ, മരിച്ചു പോകും. ഞങ്ങൾ നിന്നെ കാണുന്നവരാണ്, വിചാരണ നേരിടാൻ പോകുന്ന ആളുകളാണ് ഞങ്ങൾ. വിചാരണ നാളിൽ നീ ഞങ്ങളോട് ചോദിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയും നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ സ്വർഗത്തിന്റെ വഴികൾ അല്ലാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു സ്വഹാബി കടന്നു വരുന്നുണ്ട്. മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹു, കാണാൻ തീരെ ഭംഗിയില്ലാത്തൊരു സ്വഹാബിയാണ്, മുഖത്തൊരുപാട് മുഴകളുള്ള സ്വഹാബിയാണ്, വളരെ വികൃതനാണ്. പക്ഷേ ഈമാൻ എന്ന മധുരമുള്ള ഒരു സ്വത്ത് ഹൃദയത്തിന്റെ അകത്ത് സൂക്ഷിക്കുന്ന ഒരു അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായി ജുലൈബീബ് റളിയല്ലാഹു കുശലാന്വേഷണം നടത്തിയപ്പോൾ നബി ചോദിച്ചു, യാ ജുലൈബീബ്, ജുലൈബീബേ ഹൽ തസവ്വജ്ത, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല നബിയേ. വമൻ യുസവ്വിജുനി, ആരാണ് നബിയേ എനിക്ക് കല്യാണം കഴിച്ചു തരാൻ? ആരാണ് ഒരുക്കമാവുക നബിയേ? ഞാൻ കാണാൻ ഭംഗിയില്ലാത്ത ആളല്ലേ? ഭംഗിയില്ല എന്ന് മാത്രമല്ല, വികൃത രൂപവുമാണല്ലോ. നബിയെ എനിക്ക് ആര് കല്യാണം കഴിച്ചു തരും? ഇത് കേൾക്കുമ്പോഴാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും കരുണയായി വന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ജുലൈബീബേ, ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അതെ നബിയെ. ആരാ നബി എനിക്കൊക്കെ പെണ്ണ് തരാ? ആരാണ് എനിക്ക് കല്യാണം കഴിച്ചു തരാ? ജുലൈബീബേ, നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാം. മദീനയിലെ അൻസ്വാരി കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചു എന്ന വിവരം അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞിട്ടുണ്ട്. ആ പെണ്ണിന്റെ വാപ്പയെ വിളിച്ചു വരുത്തി അപ്പയോട് ചോദിച്ചു, മോൾക്ക് കല്യാണങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഉണ്ട് നബിയെ. നിങ്ങൾക്കൊരു പ്രപ്പോസൽ ഞാൻ കൊണ്ടുവന്നാലോ ഇഷ്ടമാകുമോ? നബിയെ, അങ്ങ് കൊണ്ടുതരുന്നത് ആരാണ് നബിയെ വേണ്ടെന്ന് പറയുക? ഞങ്ങൾക്ക് 1000 പൊരുത്തമാണ്. അങ്ങയുടെ കയ്യിലൊരു പുതിയ ആപ്പിളയുണ്ടെങ്കിൽ എന്റെ മോളെ ഞാൻ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാമല്ലോ. ഞങ്ങൾ പറഞ്ഞു, ഇയാൾ വിചാരിച്ചു നബി തങ്ങളാ കല്യാണം കഴിക്കാൻ പോകുന്നത്. നബി തങ്ങൾ പറഞ്ഞു, അത് ജുലൈബീബ് റളിയല്ലാഹു അൻഹു ആണ്. ജുലൈബീബ്. എന്ത് നബിയെ ജുലൈബീബോ? ജുലൈബീബിനെ കെട്ടിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതുവരെ ഓക്കെ ആയ മനുഷ്യൻ ഇപ്പൊ പറഞ്ഞു, ഞാൻ ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ. ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് ചെന്ന് ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ മോൾക്കൊരു കല്യാണം വന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്നു. നിഅമത് വതാബത്. ഓ, എന്തൊരു നല്ല കാര്യം. ജുലൈബീബോ? ലാ വല്ലാഹ്, ജുലൈബീബിനെ കെട്ടിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞു ഉമ്മ. അവർക്കറിയാം അദ്ദേഹം ഒരു കാണാൻ ഭംഗിയില്ലാത്ത ഒരാളാ എന്ന് മദീനയിൽ അറിയപ്പെടുന്ന ആളാണ്. ഞാനില്ല. ജുലൈബീബിനെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറയുന്നത് വാതിലിന്റെ പുറകിൽ നിന്ന്, ജനലിന്റെ പിന്നാലെ നിന്ന് കേൾക്കുന്ന മകൾ ആ മോളിങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, ഉമ്മാ, വാപ്പാ, അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾ ഓതി നോക്കിയിട്ടുണ്ടോ? ഉണ്ട് മോളെ. അതിലൊരു ആയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതായത്ത്? മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം.
അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ആണോ പെണ്ണോ അതിൽ മറ്റൊരഭിപ്രായം പറഞ്ഞുകൂടാ എന്ന് അല്ലാഹു പറയുന്ന ആയത്ത് ഉമ്മ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഉപ്പ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് അല്ലാഹുവിന്റെ റസൂലല്ലേ കൊണ്ടുവന്നത്, അല്ലാഹുവിന്റെ റസൂലല്ലേ അഭിപ്രായം പറഞ്ഞത്. ജുലൈബീബിനെ പുതിയാപ്പിളയായി എനിക്ക് ഒരുക്കി തന്നത് അല്ലാഹുവിന്റെ റസൂലല്ലേ ഉമ്മ, അല്ലാഹുവിന്റെ റസൂലല്ലയോ ഉപ്പ. ജുലൈബീബിനെ കാണാൻ ഭംഗിയില്ലെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരനല്ലേ. മദീനയിലെ പള്ളിയിൽ ചെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിക്കുന്ന സ്വഹാബിയല്ലേ. എനിക്ക് പൊരുത്തമാണുമ്മ, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിനെ ധിക്കരിച്ചുകൂടാ എന്ന് ഉമ്മയെയും ബാപ്പയെയും തിരുത്തി കൊടുത്ത പെണ്ണ്. നാളെ പരലോകത്ത് ഇതിന് പ്രതിഫലം കിട്ടുമെന്ന് ഉറപ്പിച്ചതാണ്. തന്റെ ആഗ്രഹങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി നൽകിക്കഴിഞ്ഞു, തന്റെ ജീവിതം അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി നൽകിക്കഴിഞ്ഞു, നബിയുടെ അഭിപ്രായം സ്വീകരിച്ചു കഴിഞ്ഞു. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. നാളെ പരലോകത്ത് അള്ളാഹു ഇതിന് പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കുകയും ചെയ്ത് ആരെങ്കിലും അള്ളാഹുവിന് നൽകിയാൽ സ്വർഗത്തിലേക്കുള്ള വഴി അവർക്ക് എളുപ്പമാണ്. നബി തങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തു. അത്ഭുതമെന്ന് പറയട്ടെ, വിവാഹം ചെയ്തു കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി പോയി ഷഹീദാകുന്നത്. യുദ്ധക്കളത്തിലൂടെ നടക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ശരീരം അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഇരിക്കുകയും ആ പരിശുദ്ധമായ ശിരസ് നബിയുടെ മടിയിലേക്ക് എടുത്തു വെക്കുകയും ആ മുഖത്തേക്ക് നോക്കി ഒരുപാട് നേരം ദുആ ചെയ്തുകൊണ്ട് പറഞ്ഞു, സ്വഹാബികളെ നിങ്ങൾക്ക് ജുലൈബീബിനെ ഓർമ്മയുണ്ടോ? കല്യാണം കഴിച്ചില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ വിവാഹം നടത്തിക്കൊടുത്ത ജുലൈബീബാണിത്. ജീവിതത്തിന്റെ മധുവിധ നാളുകൾ തീരുന്നതിന്റെ മുമ്പേ അള്ളാഹുലേക്ക് യാത്ര പോയത് ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ കഫൻ, അവരെ മറവ് ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്തത് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് വെച്ചുകൊണ്ട് ജുലൈബീബിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലുകൾ പിറകോട്ടെടുത്ത് നബി പിന്നിലോട്ട് പെട്ടെന്ന് മാറി നിൽക്കുന്നത് കണ്ടപ്പോ സ്വഹാബികൾ ചോദിച്ചു, നബിയെ എന്തു പറ്റി? മറ്റൊന്നുമല്ല സ്വഹാബികളെ, ജുലൈബീബിന്റെ ശരീരം ഖബറിലേക്ക് വെക്കപ്പെട്ടപ്പോഴേക്കും അള്ളാഹുവിന്റെ അപ്സരസ്സുകളായ ഹൂറുൽ ഈനുകൾ ആ ശരീരത്തിന് വേണ്ടി മൽപിടുത്തം കൂടുന്നത്, മത്സരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എന്റെ കണ്ണെടുത്തോടിയതാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ, നാളെ പരലോകമുണ്ടെന്ന് ഉറപ്പിക്കുകയും അള്ളാഹുവിന് വേണ്ടി നൽകുകയും ചെയ്തവർ. മുഅ്മിനേ, ജീവൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരൽപ്പ സമയം അള്ളാഹുവിന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഒരൽപ്പം അള്ളാഹുവിന് എന്തെങ്കിലും ഒരൽപ്പം വത്തഖാ, അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിന് ഇഷ്ടമാണോ എനിക്കത് മതി. റദീതു ബില്ലാഹി വബിറസൂലിഹി ഖിസ്മതൻ വഹല്ലാ. സഹോദരിമാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദിയുടെ ഭർത്താവാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നമ്മുടെ പെൺമക്കൾ മാതൃകയായി പഠിക്കേണ്ട ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ കാണുന്നത് സിനിമയിലും സീരിയലുള്ള ആളുകളാണ്. അവരാ നമ്മുടെ മോഡൽസ്. നമുക്ക് റോൾ മോഡലുകളില്ലേ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറാ. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് മാതൃകയല്ലേ? അവിടുത്തെ കുടുംബം നിങ്ങൾക്ക് മാതൃകയല്ലേ? ഗ്രൈൻഡറിന്റെ കല്ല്, റഹ എന്ന അറബിയിൽ പറയുന്ന അന്നത്തെ കല്ലിന്റെ ഗ്രൈൻഡർ, കല്ലുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഉരസിയിട്ട് കൈകളിൽ മുറിവുകൾ വന്നിട്ടുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹാ. മദീനയിലെ ഏതാനും ചില കർഷകർക്ക് കൃഷിയിടത്തിലേക്ക് വെള്ളം കോരി കൊടുത്ത് സഹായിച്ചിരുന്ന മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന് ബാക്ക് പെയിൻ വന്നിട്ടുള്ള സമയമാണത്. ബാക്കിൽ പെയിൻ വന്നു. വെള്ളം കോരി ഒഴിച്ചിട്ട് അധ്വാനിച്ചിരുന്ന ചെറുപ്പക്കാരൻ അലി റളിയല്ലാഹു അൻഹു. ആയിടക്കാണ് തായിഫിനടുത്തുള്ള ഹുനൈൻ എന്ന് പറയുന്ന സ്ഥലം, അവിടെ വെച്ചുള്ള യുദ്ധത്തിൽ ഒരുപാട് സമ്പത്ത് മുസ്ലിമീങ്ങൾക്ക് ഗനീമത്തായി വാർബൂരിയായി കിട്ടിയ സമയം.
അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് നിങ്ങളുടെ ഉപ്പയോട് ചെന്നിട്ട് ഉപ്പ, വേലക്കാരിയെ ഒരാളെങ്കിലും ഒരടിമപ്പെണ്ണിനെ തരുമോ എന്ന് നിങ്ങൾ ചോദിക്കുമോ? നിങ്ങളുടെ കൈ കണ്ടില്ലേ ഫാത്തിമ, എനിക്ക് ബാക്ക് പെയിനുമായില്ലേ മോളെ, സഹായിക്കാൻ ആരെങ്കിലും വീട്ടിൽ അത്യാവശ്യമായ നേരമല്ലേ, ഒന്ന് ചോദിക്കോ? എനിക്ക് മടിയാണെന്ന് പറഞ്ഞു. അലി തങ്ങൾ പറഞ്ഞു, ഞാനും ചോദിക്കൂല, എന്നാൽ നമ്മൾ രണ്ടുപേർക്കും പോകാം. രണ്ടുപേരും ചെന്ന് നോക്കി. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോ അവിടെ മറ്റാരോ നബി ഒരുപാട് വർത്തമാനം പറയുന്ന ഒരാൾ അവിടെ വന്നിരിക്കുന്നുണ്ട്. വർത്താനം നിർത്തുന്നില്ല, ഇവർക്കൊന്നും പറയാൻ കഴിഞ്ഞതുമില്ല. അവർ തിരിച്ചു പോന്നു. അല്ലാഹുവിന്റെ റസൂൽ ആ വീട്ടിലേക്ക് രാത്രി സമയം തിരിച്ചു വന്നിട്ട് മോളോട് ചോദിച്ചു, അലിയേ, മോനോട് അലിയേ, മോളോട് ഫാത്തിമ, എന്തേ നിങ്ങൾ വരാൻ കാരണം? എന്തായിരുന്നു പ്രശ്നം? നിബിതങ്ങൾ രണ്ടുപേരുടെയും നടുവിലിരുന്നു. അലി റളിയല്ലാഹുവിന്റെ തോളിൽ ഒരു കൈ വെച്ചു, ഫാത്തിമ ബീവിയുടെ തോളിൽ മറ്റൊരു കൈയും വെച്ചു. ഇതൊരു നൃത്തം. അമ്മോശനാണ് വന്നിരിക്കുന്നത്, തന്റെ ഭാര്യയുടെ ഉപ്പയാണ് വന്നിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നുമില്ല നബിയേ, ഫാത്തിമ ബീവിയുടെ കൈ കണ്ടില്ലേ, അതിന് പരിഹാരമുണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാണ്. എനിക്ക് ബാക്കിന് പെയിൻ ഉണ്ട് നബിയെ, പരിഹാരമുണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാ. എന്ത് പരിഹാരം? ഹുനൈനിൽ കിട്ടിയ ആയിരക്കണക്കിന് അടിമകളിലും യുദ്ധസാമഗ്രികളിലും ഒരടിമ പെണ്ണിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് സഹായത്തിന് ഒരു വേലക്കാരിയായി കിട്ടുമോ? അതാണോ വിഷയം? മോളെ ഫാത്തിമ, മോനെ അലിയേ, നിങ്ങൾ രണ്ടുപേർക്കും ഇതിനേക്കാളും ഖൈറായത് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? അത് നിങ്ങൾക്ക് വേണ്ട, അത് മുസ്ലിമീങ്ങളിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. എന്റെ കുടുംബത്തിന് അത് എടുക്കാൻ പാടില്ല. മോളെ, മോൾക്കത് വേണ്ട. അലിയേ, നിങ്ങൾക്കത് വേണ്ട. യാ ഫാത്തിമതു യാ അലിയു, അലിയേ ഫാത്തിമ, ഇദാ അതൈതുമാ മൽജഅകുമാ, നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങാൻ കിടപ്പറയിലേക്ക് വന്നാൽ ഫസബ്ബിഹാ 33 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? വഹ്മിദാ 33 അൽഹംദുലില്ലാഹ് എന്ന് 33 പ്രാവശ്യം പറയാൻ പറ്റുമോ? പറയാം നബിയേ. 34 പ്രാവശ്യം അല്ലാഹു അക്ബറും. നിസ്കാരത്തിന് ശേഷം ചൊല്ലില്ലേ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്. പക്ഷേ നിസ്കാരത്തിന് 33 അല്ലാഹു അക്ബറാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ 34 തവണ അല്ലാഹു അക്ബർ. ഇത് നിങ്ങൾക്ക് ചൊല്ലിക്കിടന്നാൽ നിങ്ങളുടെ വിഷമം അല്ലാഹു തീർത്തു തരും, നിങ്ങളുടെ ക്ഷീണം അല്ലാഹു അകറ്റിത്തരും. ഇതാണ് നിങ്ങൾ ചോദിച്ചതിനേക്കാളും നിങ്ങൾക്ക് ഖൈർ മോളെ, ഇത് നിങ്ങൾക്ക് എടുത്തുകൂടെ എന്ന ചോദ്യം അമ്മോശൻ വാപ്പ ഫാത്തിമ ബീവിയോട്, അമ്മോശൻ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി, എന്റെ മുഅ്മിനാത്തുകളെ, സഹോദരിമാരെ, നിങ്ങൾ കേൾക്കണോ? റളിതു ബിറസൂലില്ലാഹി, റളിതു ബിറസൂലില്ലാഹി ഖിസ്മതൻ വഹല്ലാ, എന്റെ ഓഹരി അല്ലാഹുവിന്റെ റസൂൽ മതി, എനിക്ക് ഓഹരി അല്ലാഹുവിന്റെ ദൂതർ മതി, എനിക്കിതിന് പൊരുത്തമാണ് നബിയേ, പൊരുത്തമാണ് ഉപ്പ, എനിക്ക് ഞാൻ സഹിച്ചുകൊള്ളാം ഉപ്പ, ഇതെനിക്ക് പൊരുത്തമാണ്. فأما من أعطى واتقى وصدق بالحسنى, ഭൗതിക ലോകത്തെ സൗകര്യങ്ങളോ ആർഭാടങ്ങളോ നോക്കിയിരുന്നെങ്കിൽ ഫാത്തിമ ബീവിക്ക് പറയാം, പോരാ വാപ്പാ, എന്റെ കൈ നിങ്ങൾ കാണുന്നില്ലേ? നമ്മൾ ഒരു പ്രയാസമില്ലാതെ എത്ര സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. പ്രയാസമുണ്ടായിരിക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ ഒരു വിഷയം വന്നപ്പോൾ ആ പൊന്നുമോൾ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് നബി തങ്ങൾ പറഞ്ഞ മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. എനിക്ക് പൊരുത്തമാണ് നബിയേ, എനിക്ക് പൊരുത്തമായി നബിയേ, ഞങ്ങൾ അത് ചെയ്യാമെന്ന് വാക്കുകൊടുത്തു മടങ്ങിയ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അലി തങ്ങൾ പറയുമായിരുന്നു, ഞാനും ഫാത്തിമയും പിന്നെ മരണം വരെ ഈ ദിക്റുകൾ ചൊല്ലാൻ മറന്നുപോയിട്ടില്ല. എത്ര ക്ഷീണിച്ചാലും കടന്നുറങ്ങാൻ ചെന്നാൽ ആണിനും പെണ്ണിനും ചൊല്ലാൻ പറ്റും. ജോലി കഴിഞ്ഞ് വരുന്ന ആളുകൾ, അധ്വാനിച്ച് വീട്ടിൽ ഒരുപാട് അധ്വാനിക്കുന്ന പെണ്ണുങ്ങൾ, എല്ലാവർക്കും അധ്വാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ദിക്ർ സുന്നത്ത. എങ്ങനെ? കിടന്നുറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. അതങ്ങ് ചെല്ലുന്നതിന് എണ്ണം പിടിച്ചു പോയപ്പോ അങ്ങ് ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. നേരം പുലരുന്നത് വരെ ചൊല്ലിയ കൂലിയും കിട്ടും. മാഷാ അല്ലാഹ്. അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ സ്വീകരിച്ചു, അള്ളാഹുവിനെ വേണ്ടി ഞാൻ ഏറ്റെടുത്തു.
റളീതു ബിറസൂലില്ലാഹി ഖിസ്മതൻ വഹല്ലാ. എന്തേ ഇത് ചെയ്യാൻ കാരണം? ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാവാൻ വേണ്ടി അല്ലാഹുവിനെ സൂക്ഷിക്കുകയും അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത ഒരു കുടുംബം. അലി തങ്ങൾ പറഞ്ഞു, ഞാൻ പിന്നെ ഇത് മറന്നിട്ടില്ല. അപ്പൊ ഒരാൾ ചോദിച്ചു, വലാ യൗമ സുഫീൻ, സുഫീൻ യുദ്ധം നടക്കുന്ന അന്നും ഞാൻ ഇത് മറന്നിട്ടില്ലെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുഅ്മിനീങ്ങളെ ഇന്നത്തെ സദസ്സിൽ എഴുന്നേറ്റ് പോകുമ്പോ ഇതെങ്കിലും നിങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തിയേക്കണം. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കിടന്നുറങ്ങുക. ടിവി ഇങ്ങനെ നോക്കിയിട്ട് സിനിമ കണ്ടിട്ട് റിമോട്ടും കൈ പിടിച്ചിട്ട് കിടന്നുറങ്ങിയാൽ ആ കിടന്നുറക്കം ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അവസാനമായി കണ്ടതെന്താണോ, നിങ്ങൾ അവസാനമായി ചിന്തിച്ചതെന്താണോ അതനുസരിച്ചാണ് നാളെ പരലോകത്തേക്ക് അല്ലാഹു പുനർജന്മം നൽകുക. പരലോകത്ത് പുനർജന്മം നൽകുന്നത് നന്മ ചെയ്ത് മരിച്ചാൽ അവസാനത്തെ കർമ്മം നന്മയായാൽ, നന്മ പറഞ്ഞു മരിച്ചാൽ അവസാനം പറഞ്ഞത് നന്മയായാൽ നാളെ നന്മയാണ്. അവസാനം ചെയ്ത തിന്മയാണെങ്കിൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരുന്നത് തിന്മ ചെയ്ത ക്രിമിനലുകളുടെ കൂട്ടത്തിലാണ്. ക്രിമിനൽസ്, മുജ്രിമൂൻ, വംതാജുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. കുറ്റം ചെയ്ത ആളുകളെ മാറി നിൽക്കണം, കുറ്റവാളികളെ മാറി നിൽക്കണമെന്ന് അല്ലാഹു നാളെ പറയാൻ പോകുന്നുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിന്റെയൊക്കെ പകരം ദിക്റുകൾ ചൊല്ലി അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് കടന്നുറങ്ങിയാൽ ആ ഉറക്കത്തിൽ അല്ലാഹു നമ്മെ കൊണ്ടുപോവുകയാണെങ്കിൽ എന്തൊരു മനോഹരമായ യാത്രയാണത്. അല്ലെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? നമ്മൾ സീരിയലും കണ്ടു കിടന്നുറങ്ങി, സിനിമയും കണ്ടു കിടന്നുറങ്ങി, എന്തെങ്കിലും അരുതാത്തത് കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ ഉറങ്ങിപ്പോയി. ആ ഉറക്കം തൗബ ചെയ്ത് മടങ്ങാൻ പോലും സമയമില്ലാത്ത അവസ്ഥയിൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ വിഷയം ഗുരുതരമാണ്, വിഷയം ഗുരുതരമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കൊന്ന് എഴുന്നേറ്റൊന്ന് സ്വലാത്തിലുണ്ടേ. അവിടെ വെളിച്ചില്ലാത്ത കാണുന്നില്ല, നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? ഉണർന്നിരിക്കുകയാണ്. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ. ഇരുൾ മുറ്റി വീഴുന്ന രാവിനെ തന്നെയാണ് സത്യം, പ്രഭ ചൊരിഞ്ഞ് വിടർന്നു വരുന്ന പകലിനെ തന്നെയാണ് സത്യം. വമാ ഖലഖൽ ദകറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും പടച്ചവനെ തന്നെയാണ് സത്യം. ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ കർമ്മങ്ങളും വ്യത്യസ്തമാണല്ലോ. നന്മ തിന്മ ഇത് രണ്ടും ചെയ്യുന്ന കൂട്ടർ ലോകത്ത് കാണും. ഇതങ്ങനെ ലോകത്തിന്റെ സ്ഥിതി. അങ്ങനെ ലോകത്ത് മുഴുവൻ മനുഷ്യരും മലക്കുകളെ പോലെ യംശൂന മുത്മഇന്നീന, അല്ലേ? ഒരു കുഴപ്പക്കാർ, ഒരു ഫിത്നയും ചിന്തിക്കാത്ത മനുഷ്യന്മാർ. ഇങ്ങനെ ഏട്ടക്കടക്ക് ഒരു ഫിത്നയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാർ ഈ ലോകത്തന്നെ ഉണ്ടാവുക. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആലോചിക്കുന്നവരും അത് പരിഹരിക്കാൻ ആലോചിക്കുന്നവരും ഒക്കെ ഈ മനുഷ്യരിൽ കാണും. ഇതാണ് അത്ഭുതം. ലോകത്ത് ഇത് രണ്ടില്ലാതെ പോകില്ല എന്ന. എല്ലാവരും നന്നായിട്ടൊരു ലോകം സ്വപ്നത്തിലേ ഉണ്ടാവുന്നു. കുറെ പ്രശ്നക്കാരെ, കുറെ പ്രശ്നം പരിഹരിക്കുന്നവർ, കുറെ നന്മയുടെ ആളുകൾ, കുറെ തിന്മയുടെ ആളുകൾ, ഹൃദയം ഒരുപാട് ലോലമായ ഹൃദയത്തിൽ കരുണയുടെ ഉറവുകൾ ഒഴുകുന്ന ആളുകൾ, എന്നാൽ കാഠിന്യത്തിന്റെ കരിങ്കട്ടകളുള്ള ഒരുപാട് മനുഷ്യന്മാർ വേറെ. ഇതൊക്കെ ലോകത്തിന്റെ ചിത്രമാണ്. ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ കർമ്മങ്ങൾ വിഭിന്നമായല്ലോ. فأما من أعطى واتقى وصدق بالحسنى, അല്ലാഹുവിന് വേണ്ടി നൽകുകയും പരലോകം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തവർ. അമൽ സേ ജിന്ദഗി ബൻതി ഹൈ ജന്നത്ത് ഭി ജഹന്നം ഭി, യേ ഖാകി അപ്നി ഫിത്രത് മേ ന നൂരി ഹൈ ന നാരി ഹൈ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട ഒരാൾ കടന്നു വരുന്നു. നബി തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ സീരിയസ് ആയുള്ള ചർച്ചയിലാണ്. അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ പാവപ്പെട്ട ഒരു ഫഖീറാണ് നബിയേ, ദരിദ്രനാണ്. കുറച്ച് മക്കൾ എനിക്കുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. ഞങ്ങളുടെ വീടിന്റെ അരികത്തൊരു ഈത്തപ്പന തോട്ടമുണ്ട് നബിയേ, മദീനയിൽ. ഇവിടെ ആ തോട്ടത്തിലെ ഒരു മരം ഞങ്ങളുടെ മുറ്റത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട്. അതിന്റെ ഈത്തപ്പഴം വല്ലതും മുറ്റത്തേക്ക് വീണാൽ ഹലാലും ഹറാമും അറിയാത്ത എന്റെ പിഞ്ചുമക്കൾ അതെടുത്ത് തിന്നാറുണ്ടായിരുന്നു നബിയേ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട്. അന്നൊരിക്കൽ ഈ തോട്ടത്തിന്റെ മുതലാളി വന്നു. എല്ലാ മരത്തിലും കയറി പഴങ്ങൾ പറിച്ച കൂട്ടത്തിൽ
എന്റെ വീടിന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പനയിൽ നിന്നും ഏതാനും ഈത്തപ്പഴം മുറ്റത്തേക്ക് വീണപ്പോ എന്റെ മക്കള് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഓടിച്ചെന്ന് കുറച്ച് വായിലിടുകയും കുറച്ച് കീശയിൽ വെക്കുകയും ചെയ്ത് നടക്കുന്നത് കണ്ടപ്പോ ആ തോട്ടത്തിന്റെ ഉടമ ചാടി താഴെ വന്ന് എന്റെ മക്കളുടെ കയ്യിലുള്ളത് മുഴുവനും പിടിച്ചു വാങ്ങിച്ചു നബിയേ. അത് മാത്രമല്ല, എന്റെ കുഞ്ഞുങ്ങൾ ചവച്ചുകൊണ്ടിരുന്ന ഈത്തപ്പഴം പോലും വിരലുപയോഗിച്ച് പുറത്തെടുത്ത് കളഞ്ഞു നബിയേ. ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയാതെ വിഷമിച്ചപ്പോൾ അങ്ങയുടെ തിരുമുഖം കണ്ട് ഒന്ന് ആശ്വാസം കിട്ടാൻ വന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് എന്ത് മറുപടി കൊടുക്കാൻ പറ്റും? തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, നിൽക്കിൻ, ഞാൻ ഇപ്പൊ വരാം. ആ പാവപ്പെട്ട സ്വഹാബിയുടെ കൂടെ നടന്നു പോകുന്നു. സത്യവിശ്വാസികൾ മനസ്സിലാക്കണം, നമ്മുടെ ഹിദായത്ത് സെന്ററിന്റെ ചെറുപ്പക്കാരെ പോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള റിലീഫുകൾ നടത്താനുള്ള കാരണം അല്ലാഹുവിന്റെ റസൂൽ ചെയ്തു വെച്ച മാതൃകകളാണ്. നേരെ ചെന്നിട്ട് ചോദിച്ചു, ആ ഈത്തപ്പനയുടെ ഉടമസ്ഥൻ അയാളോട് ചോദിച്ചു, ബിഅനി ഹാദിഹി നഖ്ല വലക ബിഹാ നഖ്ലതും ഫിൽ ജന്ന. ബിഅനി ഹാദിഹി നഖ്ല, ഈ ഈത്തപ്പന നിങ്ങൾ എനിക്ക് വിൽക്കുമോ? അതിന് പകരം സ്വർഗത്തിൽ ഞാനൊന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. ബിഅനി ഹാദിഹി നഖ്ല വലക ബിഹാ നഖ്ലതും ഫിൽ ജന്ന. സ്വർഗത്തിൽ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് വേണോ? ആളെന്ത് പറഞ്ഞു എന്നറിയോ? ആളൊരു കപട വിശ്വാസിയായിരുന്നു. ഹിപ്പോക്രറ്റ്. മുസ്ലിമാണ്, നടക്കുകയാണ്, പക്ഷെ ഉള്ളിൽ അവിശ്വാസിയായിരുന്നു. ഉള്ളിൽ കുറെ ബിംബത്തെ പൂജിക്കുന്ന ആളാ. അള്ളാഹുവാണ് ഏകദൈവനാ പടച്ചവൻ, ഇത് പുറമങ്ങനെ പറഞ്ഞെടുക്കുന്ന ആളാ. മുനാഫിഖ് എന്നാ പറയാ. ഹിപ്പോക്രറ്റ്, കപട വിശ്വാസി. ആളൊരൊറ്റ എക്സ്ക്യൂസ് പറഞ്ഞു, നബിയേ തരാമായിരുന്നു കേട്ടോ, പക്ഷേ ഈ ഈത്തപ്പനയോളം മധുരമുള്ള മറ്റൊരു പഴം, മറ്റൊരു ഈത്തപ്പന എന്റെ തോട്ടത്തിലില്ല നബിയേ. ഇതിന് പകരം മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഞാൻ തരാം, ഇതെനിക്ക് തരാൻ പറ്റില്ലെന്ന് കാരുണ്യത്തിന്റെ കടലിനോട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ ധൈര്യം കാണിച്ചു ഈ മനുഷ്യൻ. വിൽക്കൂലേ? ഇല്ല നബിയെ, തരാൻ പറ്റൂല. സങ്കടപ്പെട്ട് തിരിച്ചു പോന്നു. തിരിച്ചിങ്ങനെ പോരുമ്പോഴാണ് കഥയറിഞ്ഞ് ഓടിച്ചെല്ലുന്ന സുഹാബി അബൂദ്ദഹദാഹ് റളിയല്ലാഹു അൻഹു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മദീനയിലെ ആ ഒരു ഈത്തപ്പനയുടെ തോട്ടക്കാരനോട്, ഉടമസ്ഥനോട് അങ്ങൊരു വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ഈത്തപ്പനക്ക് സ്വർഗത്തിൽ ഒന്ന് വാങ്ങിച്ചു തരാം അങ്ങ് പറഞ്ഞുവല്ലോ. അയാൾ തരില്ലെന്നും പറഞ്ഞു. നബിയെ, ഞാനതങ്ങേക്ക് വാങ്ങിച്ചു തന്നാൽ അയാൾക്ക് അങ്ങ് ഓഫർ ചെയ്ത സ്വർഗത്തിലെ ഒരു ഈത്തപ്പന എനിക്ക് ലഭിക്കുമോ നബിയെ? ഹുവലക, നിങ്ങൾക്കത് ലഭിക്കും. അബൂദ്ദഹദാഹ്, മതി നബിയെ, ഞാൻ ഇപ്പൊ തരാം. ഓടിച്ചെന്നു ഇയാളുടെ അടുത്തേക്ക് ചോദിച്ചത് വിൽക്കുമോ? പറഞ്ഞു, തരില്ല. വിൽക്കുവോ? ഇല്ല, വിൽക്കില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. അയാൾ പറഞ്ഞു, നിനക്ക് ഒരുപാട് തരേണ്ടി വരും, അതുകൊണ്ട് ഞാൻ വിൽക്കുന്നില്ല. എത്ര വേണം? അയാൾ പറഞ്ഞു, ഈ ഒരു ഈത്തപ്പനക്ക് പകരം 40 ഈത്തപ്പനകൾ അതിന്റെ വേരോടെ, മണ്ണോടെ, ഭൂമിയോടെ വേണം. പടച്ചോനെ, നാട്ടിലൊക്കെ വഴിക്ക് സ്ഥലത്തിന് വില ചോദിച്ചാലേ പറയണ, ഇങ്ങനെ പറയാറുള്ള മനുഷ്യന്മാർ ദുൽമ ചെയ്യാന്ന് പറയില്ലേ. അത്യാവശ്യപ്പെട്ടൊരു വിഷയം ചോദിക്കുമ്പോൾ അവിടെ സെന്റിന് 30 വില. എവിടെ? ആകെ സെന്റിന് 2 ലക്ഷം ഉണ്ടാവില്ല, 1 ലക്ഷം ഉണ്ടാവില്ല. സ്ഥലത്തിന് ഇയാൾക്ക് നിർബന്ധമെന്ന് അറിയാം, ഇയാൾ വാങ്ങിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധിമുട്ടാണ്. ഇത് മനുഷ്യന്റെ ഒരു ദുൽമിന്റെ വലിയൊരു ചിത്രമാണ്. ഈ മനുഷ്യന്മാർക്ക് വഴി കൊടുക്കാതിരിക്കുകയും വഴി തടസ്സപ്പെടുത്തുകയും അതിന് അമിതമായ വില പറയുകയും ചെയ്യുന്ന പൊന്നു മുഅ്മിനെ ദുൽമാൻ. ദുൽമ്, അക്രമം എന്നതിന്റെ പേര്. ആരും ചെയ്തു പോകരുത്, അക്രമമാണത്. മുനാഫിക്കീങ്ങളാണ് അത് ചെയ്തത്. ഇയാള് പറഞ്ഞു, ഈ ഒന്നിന് പകരം 40 വേണം. എന്തിന്? ഒരു വാശിക്ക് പറയുന്നേ. 40 പകരം നിൽക്കാൻ മാത്രമുണ്ടോ ഈ തപ്പന? ഇല്ലാത്തത്രയില്ല. പക്ഷേ അയാളത് പറഞ്ഞു, 40 വേണം. അബൂദ്ദഹദാഹ് തങ്ങൾ പറഞ്ഞു, 40 തരാം, ഞാൻ ഒരുക്കമാണ്. സാക്ഷികളെ കൊണ്ടുവരും. കച്ചവടം നടക്കാൻ സാക്ഷികൾ വേണമല്ലോ, വിറ്റ്നസ്. ആളുകൾ വന്നു. ഈ ഈത്തപ്പനക്ക് പകരം എന്റെ തോട്ടത്തിലെ 40 ഈത്തപ്പനകൾ പകരമായി അതിന്റെ മണ്ണോടെ, വേരോടെ ഞാൻ കൊടുക്കുകയാണ്. നിങ്ങൾ അതിന് സാക്ഷി നിൽക്കണം. സാക്ഷി നിന്നു. കച്ചവടം അവിടെ നടന്നു. നേരെ ഓടിച്ചെന്നു അള്ളാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു, നബിയേ, അങ്ങ്
വാങ്ങിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഈ തപ്പന ഞാനത് വാങ്ങിച്ചിട്ടുണ്ട് നബിയെ. അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ നബിയെ, ഞാനത് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. 40 എണ്ണം പകരം വേണമെന്ന് ചോദിച്ചു, ഞാൻ കൊടുത്തിട്ടുണ്ട് നബിയെ, 40 എണ്ണം കൊടുത്തു പകരം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഒരല്പനേരം ഇങ്ങനെ മിണ്ടാതിരുന്നു. വഹി വരികയാണ്. ആകാശ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ വിവരവുമായി ജിബ്രീൽ എന്ന മാലാഖ കടന്നു വരുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അള്ളാഹുവിന്റെ റസൂലിന് വഹി വരികയായി. സ്വഹാബത്ത് മൂകമായി കാത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഓതി തുടങ്ങി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى. വിശുദ്ധമായ ഈ ആയത്തുകൾ ഇറങ്ങാനുണ്ടായ കാരണം ഈ സംഭവമാണ്. ആരാണോ അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നത്, ഇവിടെ കൊടുത്തത് ഈ തപ്പനയാണ്, തോട്ടമാണ് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി. വത്തഖാ, അത് പേരും പെരുമയും കിട്ടാൻ കൊടുക്കുന്നതല്ല. വത്തഖാ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രമായി ആത്മാർത്ഥമായി നൽകുന്നത്. ഞാനിത് കൊടുത്താൽ എനിക്ക് നഷ്ടമല്ല, നാളെ പരലോകത്ത് അല്ലാഹു എനിക്ക് പകരം തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തു കൊടുത്താൽ സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്ന് 7 ആകാശ ലോകങ്ങൾക്കപ്പുറത്ത് നിന്ന്, അവന്റെ ശക്തിമണ്ഡലത്തിന്റെ പുറത്ത് നിന്ന് അള്ളാഹുവിന്റെ വഹി ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിന് ഓതി കൊടുക്കുകയാണ്. ഞാനൊരു മുതലാളിയാണെന്ന് പറയുകയും ഇസ്തഗ്ന, ഞാൻ എല്ലാറ്റിനും പോന്ന മുതലാളിയാണെന്ന് ധരിക്കുകയും പിശുക്ക് കാണിക്കുകയും ചെയ്തവൻ. നാളെ സ്വർഗത്തിൽ തരാമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ എനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞവൻ. കത്തിയാളുന്ന നരകത്തിലേക്ക് വിറകായി ഞാൻ അവനെ വെച്ചു കൊടുക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിലേക്കുള്ള വഴി അവർക്ക് എളുപ്പമാക്കി കൊടുക്കും. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ. നരകത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരു മനുഷ്യൻ തീയിലേക്ക് ആപ്പതിഞ്ഞു വീണുപോയാൽ ആ നേരത്തവന്റെ സമ്പത്തൊക്കെ എന്തുപകാരപ്പെടാൻ, എന്തുപകാരം. നരകമാണ് പിന്നാലെ വരുന്നതെങ്കിൽ എന്തുപകാരം, അള്ളാഹുവിന്റെ ശിക്ഷയാണ് വരുന്നതെങ്കിൽ എന്ത് ലാഭം പിന്നെ സമ്പത്ത് കൊണ്ട്. ഇന്ന അലൈനാ ലൽ ഹുദാ വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ. ലോകം ഇങ്ങനെയാണ്. പിശുക്കനും ഔദാര്യവാൻ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ, വേണ്ടെന്ന് പറയുന്നവർ, അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനം എനിക്ക് പൊരുത്തമാണെന്ന് പറയുന്നവർ, പൊരുത്തമല്ലെന്ന് പറയുന്നവർ. ഇന്ന സഅയകും ലശത്താ. ഇവിടെ മുഅ്മിനായ മനുഷ്യൻ നന്മയുടെ വഴി തിരഞ്ഞെടുക്കുന്നവനാണ്. ഇതാണ് വ്യത്യാസം. അമൽ സേ ജിന്ദഗി ബൻതി ഹൈ ജന്നത്ത് ഭി ജഹന്നം ഭി. अमल से जिंदगी बनती है जन्नत भी जहन्नम भी. ये खाकी अपनी फितरत में न नूरी है न नारी है. അമൽ സേ ജിന്ദഗി ബൻതി ഹൈ. കർമ്മങ്ങളെ കൊണ്ടാണ് ജീവിതം ഉണ്ടാകുന്നത്. കർമ്മങ്ങളാണ് ജീവിതം. കർമ്മം, ഒരു മനുഷ്യന്റെ തടിയോ അയാളുടെ വീടോ കച്ചവടോ ഇതല്ല ജീവിതം. നിങ്ങളുടെ കർമ്മം. ഇത്രയും കാലം ജീവിച്ചിട്ട് നീ എന്ത് ചെയ്തു, അതാണ് നിന്റെ ജീവിതം. ഒരാളുടെ മരണശേഷം ഒരാളെ നമ്മൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ ആ ജീവിതകാലത്ത് അയാൾ ചെയ്ത നന്മയെ മനുഷ്യൻ ഓർക്കൂ, അല്ലെങ്കിൽ അയാൾ ചെയ്ത തിന്മയെ മനുഷ്യൻ ഓർക്കൂ. നമ്മൾ കർമ്മങ്ങളാണ്. അമൽ സേ ജിന്ദഗി ബൻതി ഹൈ ജന്നത്ത് ഭി ജഹന്നം ഭി. നമ്മുടെ നരകവും സ്വർഗവും തീരുമാനിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്. യഹാക്കി, ഈ മണ്ണ് കൊണ്ട് പടക്കപ്പെട്ടവൻ, അപ്പിനി ഫിത്റത്ത് മേ
ജനിക്കുമ്പോൾ തന്നെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എന്ന് അള്ളാഹു മാറ്റിവെച്ചതല്ല. ഇവന്റെ കർമ്മങ്ങളെ കൊണ്ട് നരകമാണോ സ്വർഗമാണോ ഇവൻ അർഹിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ ഇൽമാണത്. അത് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇവനാണത് തീരുമാനിച്ചത്. എനിക്ക് വേണോ വേണ്ടേ ഇവന് തീരുമാനിക്കാം. അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കി കൊടുത്തവർ അനാഖ് എന്ന പെണ്ണിനെ ഒരു സ്വഹാബി മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നപ്പോ അനാഖിനെ കണ്ടു. അനാഖ് എന്ന പെണ്ണുമായി ഇസ്ലാമിന്റെ മുമ്പ് ചില ലവ് അഫെയർ ഉണ്ട് അല്ലെ, ചില സോഫ്റ്റ് കോർണർ എന്നൊക്കെ പറയാ, സ്നേഹബന്ധമുണ്ടായിരുന്നു. പക്ഷേ സ്വഹാബി ഇപ്പോൾ മുസ്ലിമാണ്. മഹാനായ മിർസദ് ഇബ്നു അബി മിർസദ് റളിയല്ലാഹു അൻഹു മുസ്ലിമാണ്. ഇപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകത്ത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ ഒരാളുമില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ അല്ലാഹു എന്താണോ മനുഷ്യരോട് പറയാൻ ഉദ്ദേശിച്ചത് അത് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ലോകത്തിന് പറഞ്ഞു കൊടുത്തന്നെ അല്ലാഹുവിന്റെ ദൂതരാണ് നബി എന്നും വിശ്വസിക്കുന്ന മുഅ്മിൻ, ഇതാണ് മുസ്ലിം. മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹു മക്കയിലുള്ള മുസ്ലിമീങ്ങളായ അടിമകളായ ഒരുപാട് ആളുകളെ മക്കക്കാർ കെട്ടിവെച്ച് പീഡിപ്പിക്കാറുണ്ടായിരുന്നു, വേദനിപ്പിക്കാറുണ്ടായിരുന്നു, ചാട്ടവാറ് കൊണ്ടടിക്കുമായിരുന്നു. മിർസദ് എന്നവർ ചെയ്യുന്ന പണി മദീനയിൽ നിന്ന് 400ഓളം കിലോമീറ്റർ, 450 കിലോമീറ്റർ, ഇന്നത്തെ ബസ് റൂട്ട് 450 കിലോമീറ്റർ, അന്ന് അതിലും കൂടുതൽ മലയോരങ്ങളുടെ കയറിറങ്ങി വരണം. 500ഓളം കിലോമീറ്ററുകൾ നടന്നു വരും. ആഴ്ചയിലൊരിക്കൽ, 2 ആഴ്ച കഴിയുമ്പോ, ഒരു മാസത്തിലൊരിക്കൊക്കെ നടന്നു വന്നിട്ട് മക്കയിൽ ഇങ്ങനെ തമ്പടിച്ചു കൂടും, ഒളിഞ്ഞ് പാർത്തിരിക്കും. രാത്രി എല്ലാവരും കിടന്നുറങ്ങിയാൽ ബഹുമാനപ്പെട്ട മിർസദ് എന്നവർ ഓടിച്ചെന്ന് ഈ കെട്ടിവെക്കപ്പെട്ടിട്ടുള്ള മുസ്ലിമീങ്ങളായ അടിമകളെ, പാവപ്പെട്ട ആളുകളെ കെട്ടഴിച്ചിട്ട് മദീനത്തേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോകലാണ് ജോലി. അങ്ങനെ ഒരിക്കൽ മദീനത്ത് നിന്ന് മക്കയിലേക്ക് വന്നു. ചില ആളുകളുമായി അഗ്രിമെന്റ് ഉണ്ട് അവരെ രക്ഷപ്പെടുത്താമെന്ന്. അങ്ങനെ അന്ന് നിലാവുള്ള രാത്രിയാണ്. മക്കയിലെ വീടുകളുടെ ഇടയിലൂടെ ഇങ്ങനെ മിർസദ് എന്നവർ ഇങ്ങനെ പോകുമ്പോൾ ഒരു പെണ്ണ് പിന്നാലെ വന്ന് ചോദിച്ചു, അമിർസദു, മിർസദാണോ? ഞാൻ പറഞ്ഞു അതെ. നോക്കുമ്പോൾ അനാഖ് എന്ന് പറയുന്ന പെണ്ണാണ്. അവൾ സുന്ദരിയാണ്. പക്ഷേ അവൾ ഇയാളുടെ കാമുകിയായിരുന്നു, സുഹൃത്തായിരുന്നു ഇസ്ലാമിന്റെ മുമ്പ്. മുസ്ലിമായതിൽ പിന്നെ മിർസദ് പറഞ്ഞു, അനാഖേ, ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അനാഖ്, ഞാൻ മുസ്ലിമാണ്. അനാഖ്, നമുക്കിനി പറ്റില്ല, ഇതൊന്നും ഹറാമാണിത്. ഞാൻ ശുദ്ധിയായി അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. അനാഖേ, ഫഅമ്മാ മൻ അതാ വത്തഖാ, അല്ലാഹുവിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. അനാഖ് പറഞ്ഞു, മിർസദേ, ഓർമ്മയുണ്ടോ നമ്മുടെ കഴിഞ്ഞകാല സ്വപ്നങ്ങളൊക്കെ? ഓർമ്മയുണ്ടോ മിർസദേ? എനിക്ക് കൊതി തോന്നുന്നുണ്ട്. മിർസദ് പറഞ്ഞു, അനാഖ്, എന്നോടൊന്നും പറയല്ലേ, ഞാൻ അത്തരക്കാരനല്ല, ഞാൻ ഇന്ന് മുസ്ലിമാണ്. ഇത് പറയാനുള്ള ധൈര്യം നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണമെന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ. നമ്മുടെ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ വ്യഭിചാരത്തിലേക്കോ തിന്മയിലേക്കോ വഴിച്ചിലക്കപ്പെടുമ്പോ ഞാൻ മുസ്ലിമാണ്, ഇത് പറയാനുള്ള ധൈര്യമുണ്ട്, ഇത് പറയാനുള്ള ചങ്കൂറ്റമുണ്ട്. അങ്ങനത്തെ എത്ര പേർ? ഞാൻ മുസ്ലിമാണ് അനാഖേ, നമുക്കിത് പറ്റില്ല. അനാഖ് വിട്ടില്ല. അവള് പറഞ്ഞു, മിർസദേ, നിങ്ങൾ ഞാൻ വിളിക്കുന്ന അവൾ പറഞ്ഞതാ, ഇന്നത്തെ രാത്രി എന്റെ വീട്ടിൽ കടന്നുറങ്ങാം. പച്ചയായ വ്യഭിചാരത്തിലേക്ക് വിളിക്കുമ്പോ മിർസദ് എന്ന സ്വഹാബി പറഞ്ഞു നബി ഈ അനാഖിനോട്, അനാഖേ, അല്ലാഹു ഇന്നല്ലാഹ ഹറമ സിന, അല്ലാഹു വ്യഭിചാരം ഹറാമാക്കിയിട്ടുണ്ട്. അനാഖ്, അല്ലാഹു വ്യഭിചാരം ഹറാമാക്കിയിട്ടുണ്ട്. അവള് പറഞ്ഞു, മിർസദേ, ഞാൻ വിളിക്കുന്നിടത്തേക്ക് നിങ്ങൾ വന്നില്ലെങ്കിൽ മക്കക്കാരായ മുഴുവൻ ആളുകളോടും ഞാൻ ഉറക്കെ നിലവിളിച്ചു പറയും, ഇവിടുത്തെ അടിമകളെ കെട്ടഴിച്ചു കൊണ്ടുപോകാൻ വന്ന് നിങ്ങളെ ഞാൻ പിടികൊടുക്കും, നിങ്ങളവർ പിടിക്കും, ശിക്ഷിക്കും. മിർസദ് എന്നവർ പറഞ്ഞു, ആയിക്കോട്ടെ, അതിനേക്കാളൊക്കെ നന്മ, അതിനേക്കാളൊക്കെ പ്രതിഫലം എനിക്ക് അല്ലാഹു തരുമല്ലോ. അനാഖ്, അല്ലാഹുവിന് വേണ്ടി കൊടുക്കുകയും മരിച്ചുപോയി ഖബറിൽ ചെന്ന് കിടക്കുമ്പോൾ മുതൽ നാളെ പരലോകത്തെത്തിയിട്ടും അവിടെ നിന്ന് അങ്ങോട്ടും അല്ലാഹു പ്രതിഫലം തരുമെന്ന് വിശ്വസിക്കുന്ന മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹു.
ഇവളങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. രാത്രി അങ്ങ് നിലവിളിച്ചു പറഞ്ഞു, ഇതാ മിർസദ് വന്നിരിക്കുന്നു, നിങ്ങളുടെ അടിമകളുടെ കെട്ടഴിക്കാൻ മിർസദ് വന്നിട്ടുണ്ട്. ആളുകളൊക്കെ പരിന്നിറങ്ങി മിർസദിന്റെ പിന്നാലെ ഓടി. മിർസദ് എന്ന് പറയാൻ ഞാൻ ഓടി 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 ഒരു മല കണ്ടു, ഞാൻ അതിൽ കയറി ഒരു ഗുഹ കണ്ടു, അതിന്റെ ഉള്ളിൽ പോയി ഞാൻ ഒളിച്ചു. നിലാവിളിച്ചുണ്ട് രാത്രി. അവരുടെ കണ്ണിന് അല്ലാഹു മൂടി വെച്ചു, എന്നെ കണ്ടില്ല. പക്ഷെ ഞാൻ ആ ഗുഹയിൽ കയറുന്നത് അവർ കണ്ടിട്ടുണ്ട്. അവര് 5-8 പേർ ചെന്ന് എന്റെ തലയിലേക്ക് മൂത്രമൊഴിച്ചു. അവർക്കറിയാം അതിന്റെ ഉള്ളിലുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. അല്ലാഹു കണ്ണിനെ മറ കൊടുത്തു. കുറച്ചേരം ഇരുന്നു, സഹിച്ചു, ഒന്ന് വൃത്തിയാക്കി, കുറച്ച് വെള്ളം കിട്ടി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് താഴേക്ക് ചെന്ന് താൻ വാക്ക് കൊടുത്തിരുന്ന ആ ചെറുപ്പക്കാരെ സുബഹിയാകുന്നതിന് മുമ്പേ കെട്ടഴിച്ച് രക്ഷപ്പെടുത്തി മദീനത്തേക്ക് പോവുകയാണ്. പക്ഷെ പോണ പോക്കില് മിർസദ് എന്നവരുടെ മനസ്സിനുള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ വരുന്നുണ്ട്. പഴയ കണ്ട് പരിചയമുള്ള ആളല്ലേ, പഴയ സുഹൃത്തല്ലേ, അങ്ങനെ ഉണ്ടാവും. കല്യാണം കഴിഞ്ഞപ്പോൾ പഴയ ലവ് സ്റ്റോറിയും സ്നേഹകഥകളൊക്കെ പറയുന്നവർ പൊന്നു സഹോദരന്മാരൊന്നും പറയാൻ പാടില്ല, ദയവ് ചെയ്തിട്ട്. ചിലർ പറയും, അങ്ങനല്ലേ, നിനക്ക് വല്ല ബന്ധം ഉണ്ടായിരുന്നോ സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജ് പഠിക്കുമ്പോൾ? എനിക്കുണ്ടായിരുന്നു, അപ്പോൾ അവളൊന്ന് പറയട്ടെ എന്ന് വിചാരിച്ചപ്പോൾ അവള് പറയും, പിന്നെ അത് വലാക്കിലേക്ക് എത്തും. എന്തിന്? നിങ്ങളും അള്ളാഹു തമ്മിൽ ആ വിഷയം പരിഹരിക്കും, തൗബ ചെയ്ത് മടങ്ങി. കഴിഞ്ഞ ഫ്ലാഷ് ബാക്ക് ഒന്നും, ഹറാമിന്റെ ഫ്ലാഷ് ബാക്കുകൾ തുറക്കല്ലേ, അതൊന്നും വേണ്ട. അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കൂടി. പഴയ കാര്യങ്ങളൊക്കെ മറന്നേക്കിൻ. അവനവന്റെ ഭർത്താവിന്റെ കൂടെ, അവനവന്റെ ഭാര്യയുടെ കൂടെ അന്തസ്സിൽ ഹലാലായ ജീവിതം ജീവിക്കിൻ. പഴയ ഹറാമിലേക്ക് ചിന്തിക്കല്ലേ. പക്ഷേ മിർസദ് എന്ന സ്വഹാബിക്ക് മനസ്സിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. മുസ്ലിമായിട്ട് വന്നിട്ടേ ഉള്ളൂ, അടുത്ത് വന്നിട്ടുള്ളൂ ഇസ്ലാമിലേക്ക്. അവളെ ഇയാൾക്ക് ഇഷ്ടമാണ്, പക്ഷേ അള്ളാഹു ഹറാമാക്കിയല്ലോ, അതുകൊണ്ട് എനിക്ക് വേണ്ട. അങ്ങനെ പോവാണ്. മദീനയിലേക്ക് എത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മദീനയിൽ നിന്ന് മക്ക വരെ പോയി യാത്ര ചെയ്തു വന്ന എന്റെ മനസ്സിന്റെ ഉള്ളിൽ അനാക്കിനെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട് നബിയേ. അനാക്ക് ഞാൻ സ്നേഹിച്ചിരുന്ന മോളായിരുന്നു, പെണ്ണായിരുന്നു നബിയേ. അനാക്കിനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ മിണ്ടാതിരുന്നു. ഇങ്ങനെ വരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الزانية لا ينكحها إلا زان أو مشرك. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. വ്യഭിചരിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന പുരുഷനാണ്. വ്യഭിചരിക്കുന്ന പുരുഷനെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന പെണ്ണാണ്. വഹുർരിമ ദാലിക അലൽ മുഅ്മിനീൻ. സത്യവിശ്വാസികൾക്ക് അത് പാടില്ല എന്ന പരിശുദ്ധമായ സൂറത്തുൻ നൂറിന്റെ ആയത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഓതി കൊടുത്തപ്പോൾ മിർസദ് റളിയല്ലാഹു അൻഹു തല താഴ്ത്തിയിട്ട് പറഞ്ഞു, നബിയേ, റളീതു ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ ഞാൻ അംഗീകരിച്ചു നബിയേ. അനാക്കിനെ ഞാൻ വിട്ടുകളയുകയാണ് നബിയേ, എനിക്കവള് വേണ്ട, അവൾ എനിക്ക് യോജിക്കില്ലെന്നല്ലേ അല്ലാഹു തആല പറയുന്നത്. ഔ മുശ്രിക്, അവൾ മുശ്രികത്താണ്, മുസ്ലിം പോലുമല്ലല്ലോ, അവൾ മുസ്ലിമത്തായിട്ടില്ലല്ലോ. മുസ്ലിം ആവുകയാണെങ്കിൽ, തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ പറ്റുമായിരുന്നു. അവൾ മുസ്ലിമല്ല, അവൾ ഇപ്പോൾ വ്യഭിചാരിണിയാണ്. അങ്ങനത്തെ പെണ്ണിനെ മുസ്ലിമായ ചെറുപ്പക്കാരന് പറ്റുകയില്ലെന്നും, വ്യഭിചാരം ചെയ്യുന്ന ചെറുപ്പക്കാരൻ മുസ്ലിമായിരിക്കെ തന്നെ, നേരത്തെ പറഞ്ഞ ആ കനേഡിയൻ ചെറുപ്പക്കാരന്റെ കഥ പറഞ്ഞ പോലെ മുസ്ലിം പേരാണ്, സർവ്വതോന്നിവാസവും കയ്യിൽ കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാർ, അല്ലെങ്കിൽ മുസ്ലിം പോലും അല്ലാത്ത ചെറുപ്പക്കാരെ, ഒരു മുസ്ലിമത്തായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, നാളെ മരിച്ചു പോകണമെന്ന് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാനും പാടില്ലല്ലോ. ഇത് മുഅ്മിനീങ്ങൾക്ക് ഹറാമാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിന്റെ ആദ്യായത്തുകളിലൂടെ പറയുമ്പോൾ മിർസദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, റളീതു ബില്ലാഹി റബ്ബാ, ഞാൻ പൊരുത്തപ്പെട്ടു നബിയേ, അല്ലാഹുവിന്റെ തീരുമാനം എനിക്ക് ഇഷ്ടമാണ്. അനാക്കിനെ ഞാൻ വിട്ടുകളയുന്നു, അനാക്കിനോടുള്ള ചിന്തകൾ എന്റെ മനസ്സിൽ നിന്ന് ഞാൻ എടുത്തു കളയുകയാണ്. എന്തിന്? വസദ്ദഖ ബിൽ ഹുസ്നാ, ആരാരും അറിയാതെ മക്കയിൽ പോയ നേരത്ത് രാത്രിയുടെ മറവിൽ ഈ പെണ്ണ് ഹറാമിലേക്ക് വിളിക്കുമ്പോൾ ഒരു വ്യഭിചാരമോ തോന്നിവാസമോ ചെയ്യാൻ കഴിയുമായിരിക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പിന്മാറിയ ചെറുപ്പക്കാരനാണ് മിർസദ് ഇബ്നു അബീ മിർസദ് റളിയല്ലാഹു തആല അൻഹു.
ഫസനുയസ്സിറുഹു ലിൽയുസ്റാ, നാളെ നടന്നെടുക്കുന്നത് സ്വർഗത്തിലേക്കാണ്. മറ്റൊരു ചെറുപ്പക്കാരുണ്ട്, ചരിത്രത്തിന്റെ മറുവശം. ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ കർമ്മങ്ങൾ വിഭിന്നമാണല്ലോ, നിങ്ങളുടെ കർമ്മങ്ങൾ വിഭിന്നമാണ്. മഹാനായ അല്ലാമ അബുൽ ഫറജ് ഇബ്നുൽ ജൗസി തങ്ങൾ അവരുടെ കിതാബിൽ ദമ്മുൽ ഹവായിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. മുസ്ലിമീങ്ങൾ റോം കീഴടക്കാൻ വേണ്ടി പോയ സമയം, റോമക്കാരോടുള്ള യുദ്ധത്തിന് വേണ്ടി പോയ സമയത്ത് ഇബ്നു അബ്ദുറഹീം, അവരുടെ പേരേതാ? ഇബ്നു അബ്ദുറഹീം, അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുറഹീം എന്ന പേരുള്ള ചെറുപ്പക്കാരൻ മുസ്ലിമീങ്ങളോട് കൂടെ യുദ്ധത്തിനുണ്ടെന്ന്. ഖലീഫമാർ ഭരിക്കുന്ന കാലത്താണത്, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലശേഷമാണത്. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ യുദ്ധത്തിന് പോയി. ഫഹാശറൂ ഹുസൂനഹും അയ്യാമൻ, ഒരുപാട് ദിവസങ്ങളോളം റോമക്കാരുടെ കോട്ടകൾക്ക് കാവൽ നിന്ന മുസ്ലിമീങ്ങൾ അവിടെ സീജ് ചെയ്തു, അവരെ തളച്ചുകെട്ടി ദിവസങ്ങളോളം. ചെറുപ്പക്കാരാണ് സംഘത്തിലുള്ളത്. ഒരു പെണ്ണ് ഇംറഅത്തുൻ ഹസനാ, സൗന്ദര്യമുള്ളൊരു പെണ്ണ്, മിൻ ശുർഫതിഹാ, ആ കോട്ടയുടെ മേലയിലെ കിളിവാതിലിലൂടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ റോമക്കാർ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ്, ഇന്നത്തെ യൂറോപ്യൻസ്, അതിനാണ് റോമക്കാർ എന്ന് പറയാം. സൂറത്തുർ റൂമില്ലേ ഖുർആനിൽ, സൂറത്തുർ റൂം ചാപ്റ്റർ റോം, ചിലരൊക്കെ യൂറോപ്പ് എന്നാണ് എഴുതുക ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ. അന്നത്തെ റോമക്കാർ അത് ഇന്നത്തെ ഒറിജിനൽ യൂറോപ്യൻസ് ആണ്. പക്ഷെ അന്ന് അവർ ഭരിച്ചിരുന്നത് സിറിയ അടക്കമുള്ള തുർക്കിയിലേക്കുള്ള ആ ഭാഗങ്ങൾ മുഴുവനും കടന്നു കയറുന്ന ആ പ്രദേശം, നോർത്ത് അറേബ്യയുടെ നോർത്ത് വെസ്റ്റ്. നല്ല സൗന്ദര്യമുള്ളൊരു പെണ്ണ്. അവളിങ്ങനെ എത്തി നോക്കുമ്പോ മുസ്ലിം സൈന്യാധിപന്മാരിൽ പട്ടാളക്കാരിൽപ്പെട്ട ഒരു പട്ടാളക്കാരനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹീം. ഇബ്നു അബ്ദുറഹീം ആ പെണ്ണിനെ കണ്ടപാടെ ഇയാൾക്ക് അസുഖം വരാൻ തുടങ്ങി. കൈഫസ്സബീലു ഇലൈക്, നിന്നെ കാണാൻ എന്താണ് വഴിയെന്ന് ചോദിച്ചു. പിന്നെ വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ, മെസ്സേജും ടെക്സ്റ്റിങ്ങും ബ്ലൂടൂത്ത് ഒന്നുമില്ല, നേരെ ചോദിക്കുക. കൈഫസ്സബീലു ഇലൈക്, നിന്നെ എങ്ങനെ പ്രാപിക്കാൻ പറ്റും? അവള് പറഞ്ഞു, തനസ്വർ, ക്രിസ്ത്യാനിയായിക്കോ, ഞാൻ ക്രിസ്ത്യാനി പെണ്ണാണ്, ക്രിസ്ത്യാനിയായാൽ നിന്നെ സ്വീകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റബ്ബത്ത് വെട്ടിവെച്ച ഇസ്ലാമിന്റെ കെട്ടുകൾ അഴിക്കുകയും കുരിശ് ധരിക്കുകയും ചെയ്തിട്ട് റോമക്കാരുടെ കോട്ടയിലേക്ക് ചെന്നപ്പോൾ അവർ സ്വീകരിച്ചു. മുസ്ലിമീങ്ങൾ വളഞ്ഞ കോട്ടയാണത്. അവളുടെ വീട്ടിലേക്ക് എത്തി, അവള് സ്വീകരിച്ചു, അവളെ കല്യാണം കഴിച്ചു. ഒരു പെണ്ണിന് വേണ്ടി ഇസ്ലാം കഴുത്തിൽ നിന്ന് ഊരിയെറിഞ്ഞ ഇബ്നു അബ്ദുറഹീം അയാൾ ക്രിസ്ത്യാനിയായി മാറിയെന്ന് മാത്രമല്ല, അവരുടെ പക്ഷം ചേർന്ന് മുസ്ലിമീങ്ങൾക്കെതിരായി പ്രവർത്തിച്ചു. ആഴ്ചകളോളം ക്യാമ്പ് ചെയ്തിട്ട് അവർ തിരിച്ചു പോന്നു മുസ്ലിം സൈന്യം. മുസ്ലിമീങ്ങൾ വളരെ വേദനിച്ചു പോയി. നമ്മുടെ കൂടെയുണ്ടായിരുന്ന ഇബ്നു അബ്ദുറഹീം ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ടിട്ട് നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ടിട്ട് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അല്ലാഹുവിനെ വഴിപ്പെടുകയും ആ അല്ലാഹുവിന്റെ വഴിപ്പെടൽ ഇഷ്ടമായി സ്വീകരിക്കുകയും ചെയ്ത യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലാഹുവിൽ ആശ്വാസം പൂണ്ടു കഴിയുന്ന ആത്മാവേ, എന്നിലേക്ക് തിരിച്ചു പോര് എന്ന് അല്ലാഹു മരണസമയത്ത് മുഅ്മിനീങ്ങളോട് പറയുന്ന ഈ വാക്ക് ഇനി ഒരിക്കലും ഇബ്നു അബ്ദുറഹീമിനോട് പറയപ്പെടാൻ പോകുന്നില്ല. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. തനസ്വറ, ക്രിസ്ത്യാനിയാണ്, സ്വലീബ് ധരിച്ചിട്ടുണ്ട്, കുരിശ് ധരിച്ചിട്ടുണ്ട്. ഇനി മുതൽ അല്ലാഹുവിന്റെ ദീനിന്റെ ശത്രുവാണ്. കാരണം എന്തേ? ഒരു പെണ്ണ്. ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് മുസ്ലിമീങ്ങൾ ആ വഴിക്ക് ഇങ്ങനെ പോകുമ്പോ, അന്ന് ആ കോട്ട അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ വഴിക്ക് ഇങ്ങനെ പോകുമ്പോ അവർ ചോദിച്ചു അവരോട്, അല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അന്നൊരാൾ നിങ്ങളിലേക്ക് കൂടിച്ചേർന്ന് ക്രിസ്ത്യാനിയായി മാറിയ ഒരു ഇബ്നു അബ്ദുറഹീം ഇപ്പോൾ ഇവിടെയുണ്ടോ? അവർ പറഞ്ഞുണ്ട്. എന്താണ് അയാളുടെ അവസ്ഥ? അയാൾ ആ പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട് ഇവിടെ. അയാളൊന്ന് കാണാൻ കിട്ടുമോ എന്ന് ചോദിച്ചു. പഴയ സുഹൃത്തുക്കൾ കണ്ടോ, കുറേ കാലം നല്ല പയ്യനായി നടന്ന കുട്ടിയൊക്കെ പെട്ടെന്ന് ഒന്ന് ബോംബെ പോയതാ, ഒന്ന് ദുബൈയിലെത്തി, ഒന്ന് ഖത്തറിലെത്തി, ബഹ്റൈനിലെത്തി, അവിടെ കണ്ടുകൂടി തോന്നിവാസം തുടങ്ങി. നല്ല പയ്യനായിരുന്നു, നഷ്ടപ്പെട്ടു പോയി പറയില്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര നല്ല മക്കളുണ്ട്.
നല്ല അച്ചടക്കമുള്ള മദ്രസയിൽ 5ലും 10ലും റാങ്കും അതിൻ്റെ അപ്പുറം വാങ്ങി നല്ല അന്തസ്സിൽ ജീവിച്ചിരുന്ന മുസ്ലിം കുടുംബത്തിലെ കുട്ടികൾ കണ്ട ഹിന്ദുവിൻ്റെ കൂടെയും ക്രിസ്ത്യാനിൻ്റെ കൂടെയും തോന്നിവാസം ചെയ്യുന്നവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന എത്ര മക്കളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ബോധമില്ലാത്തതുകൊണ്ട് പിശാച് തലയിൽ കയറാണ്. അറിയുന്നില്ല ഞാൻ എന്തായി ചെയ്യുന്നത്. തലയിൽ കയറിയിട്ട് കണ്ണ് ടോട്ടലി ബ്ലൈൻഡഡ്. അറിയുന്നില്ല ഞാൻ എന്താണ്, കാണുന്നില്ലല്ലോ, ഹക്ക് കാണുന്നില്ല, പിശാചല്ലാതെ മറ്റൊന്നും കൺമുമ്പിലില്ല. ചെയ്തു കൂട്ടുകയാണ്. അള്ളാഹുണ്ടെന്നോ റസൂലുണ്ടെന്നോ ദീനുണ്ടെന്നോ ഖുർആനുണ്ടെന്നോ എനിക്ക് മരിക്കണമെന്നോ എന്നെ കഫംപുടയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി മണ്ണിൽ കൊണ്ടുപോയി കടത്തുന്നു, ഇതൊന്നും ഓർമ്മയില്ല. ശരീരത്തിന്റെ ഒരൽപ്പനേരത്തെ ആനന്ദം ഇതിനു വേണ്ടി മാത്രം. ആ ശരീരത്തിന്റെ ഉള്ളിലെങ്ങാനും അള്ളാഹു മാരകമായ രോഗത്തിന്റെ എന്തെങ്കിലും ഒരു അംശം, ഒരു ക്യാൻസറിന്റെ എന്തെങ്കിലും സിംറ്റം ശരീരത്തിന്റെ ഉള്ളിലേക്ക് അള്ളാഹു കടത്തിവിട്ടാൽ കഴിഞ്ഞില്ലേ ഈ ആനന്ദത്തിന്റെ രസങ്ങളൊക്കെ, കഴിഞ്ഞില്ലേ സന്തോഷം, കഴിഞ്ഞില്ലേ ആനന്ദം, പിന്നെ എന്തിനാ ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് മനുഷ്യൻ തിരിച്ചു ചിന്തിക്കുന്ന ഒരു സമയം. വലാ തഹീന മനാസ്, അപ്പോഴേക്കും സമയം കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ആലോചിച്ച് ജീവിക്കും മുഅ്മിനെ. കുട്ടിക്കളി കളിക്കാൻ വന്ന ലോകമല്ല ഇത്. ഇത് അള്ളാഹു സീരിയസ് ആയി പറഞ്ഞയച്ച ലോകമാണ്. ഇവിടെ ജീവിക്കാനുള്ള നിയമം അള്ളാഹുവിന്റെ സംവിധാനങ്ങളിലുണ്ട്. അത് പാലിച്ചേ ഇവിടെ ജീവിക്കാൻ പറ്റൂ. അതാണ് വിശുദ്ധ ഖുർആൻ, അതാണ് വിശുദ്ധ ഇസ്ലാം. ഇത് ലോകത്തിന് പഠിപ്പിക്കേണ്ടവരാ നമ്മൾ. നമ്മുടെ അയൽപക്കക്കാരായ ഹിന്ദുക്കൾ, നമ്മുടെ അയൽപക്കക്കാരായ ക്രിസ്ത്യാനികൾ, അവർക്ക് മുസ്ലിമിന്റെ ജീവിതം കണ്ട് പഠിക്കണം. അവർക്ക് ഖുർആൻ അറിയണം. ഒരു ഭാഗമെങ്കിലും അവർക്ക് കേൾപ്പിച്ചു കൊടുക്കണം. നമുക്ക് സമയം കിട്ടാറുണ്ടോ? നമ്മുടെ തമ്മിൽ തല്ലും, നമ്മുടെ ദേശവും, നമ്മുടെ വാഗ്വാദങ്ങളും സംവാദങ്ങളും നമ്മുടെ ഒച്ചപ്പാടുകളും കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ഒരു മനുഷ്യനെ ക്ഷണിക്കാൻ നമുക്ക് സമയമുണ്ടോ? ഫിത്നയും ഫസാദിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന നേരം ഒരൽപ്പം ദഅവത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇബ്നു അബ്ദുറഹീം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് മുസ്ലിമീങ്ങൾക്ക്. അവർ ചോദിച്ചു, അയാളൊന്ന് കാണാൻ കിട്ടുമോ? അവരെ വിളിച്ചു വരുത്തി. അതേ കിളിവാതിലിലൂടെ അബ്ദുറഹീം ഇങ്ങനെ നോക്കുമ്പോ തന്റെ പഴയ കൂട്ടുകാർ ചോദിച്ചു, ഇബ്നു അബ്ദുറഹീം മാ ഫഅല സ്വലാതുക വ ഖുർആനുക. ഇബ്നു അബ്ദുറഹീം, നിന്റെ നിസ്കാരം എന്ത് ചെയ്തു നിനക്ക്? വമാ ഫഅല സ്വലാതുക വ ഖുർആനുക. ഖുർആനൊക്കെ അല്പാൽപമൊക്കെ മനപ്പാഠമുണ്ടായിരുന്ന ഇബ്നു അബ്ദുറഹീം, ആ ഖുർആനൊക്കെ എവിടെ പോയി? ഇബ്നു അബ്ദുറഹീം, എന്ത് പറ്റിപ്പോയി നിനക്ക്? ഇങ്ങനെ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഒരു പെണ്ണിന്റെ കൂടെ നടന്ന് ഇസ്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞുവല്ലോ ഇബ്നു അബ്ദുറഹീം. നിനക്ക് വയസ്സാകും, അവൾക്കും വയസ്സാകും, യൗവനം തീരും, സൗന്ദര്യം അവസാനിക്കും. എന്നിട്ട് തിരിച്ചു നോക്കുമ്പോഴേക്കും സമയം കഴിഞ്ഞിരിക്കും. ഇബ്നു അബ്ദുറഹീം, എന്തു പറ്റിയടോ നിനക്ക്? നീ ഇതൊക്കെ ചെയ്യുമായിരുന്നുവെന്ന് ഞങ്ങൾ ചിന്തിച്ചു പോലുമില്ലല്ലോ എന്ന് ഇബ്നു അബ്ദുറഹീമിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഉൻസീതു മിൻഹാ, എല്ലാം മറന്നുപോയിട്ടുണ്ട്. ഖുർആനിൽ നിന്ന് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഒരായത്തൊഴികെ ബാക്കിയൊക്കെ ഞാൻ മറന്നുപോയി. എന്താന്ന് ചോദിച്ചു. അയാൾ ഓതി കൊടുത്തു ഒറ്റായത്ത്. ഇത് ഖുർആന്റെ ഒരു അത്ഭുതം കൂടിയാണ്. എല്ലാം മറപ്പിച്ചു അല്ലാഹു, ഇത് മാത്രം ബാക്കി നിർത്തിയ ഹൃദയത്തിൽ. എന്താണെന്നറിയോ? റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. അവിശ്വാസികൾ നാളെ ചിന്തിച്ചു പോകും, ഞാനൊന്ന് മുസ്ലിമായിരുന്നെങ്കിലെന്ന്. റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. ഞങ്ങളൊന്ന് മുസ്ലിമായിരുന്നെങ്കിലെന്ന് അവിശ്വാസികൾ, അമുസ്ലിമീങ്ങൾ കൊതിക്കുന്ന ഒരു നാള് വരാനുണ്ട്. ആ ആശയമുള്ള ആയത്തല്ലാതെ മറ്റെല്ലാം അല്ലാഹു ഹൃദയത്തിൽ നിന്ന് മറപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദകറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്താ ഫഅമ്മാ മൻ അഅതാ വത്തഖാ وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى.
അല്ലാഹുവേ ഫഅമ്മാമൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. ആർക്കാണ് സ്വർഗ്ഗത്തിന്റെ വഴി നീ എളുപ്പമാക്കി കൊടുക്കുന്നതെന്നോ, നിന്നെ ഭയപ്പെട്ട് നിനക്ക് വേണ്ടി സമയവും നിനക്ക് വേണ്ടി അധ്വാനവും നിനക്ക് വേണ്ടി എല്ലാം പരിത്യജിക്കുന്നവർക്ക്, നിനക്ക് വേണ്ടി തരുന്നവർക്ക്. ഒരു സ്വഹാബി വന്നു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുകയാണ്, നബിയേ, ഇസ്ലാമിൽ അള്ളാഹു എന്തെല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എനിക്ക് പ്രശ്നമല്ലാതെ ചെയ്യാൻ പറ്റും. അള്ളാഹു എന്തെല്ലാം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഒഴിവാക്കാനും എനിക്ക് പ്രശ്നമല്ല നബിയേ. ഒന്നൊഴികെ, ഒരു കാര്യം ഒഴികെ, അതെനിക്ക് ശരിക്കും പറ്റുന്നില്ല നബിയേ. അതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്കൊരു എക്സ്ക്യൂസ് തരണം, ഞാനത് ചെയ്തോട്ടെ. എന്താ ചോദിക്കുന്നറിയോ? ഇല്ല സിനാ യാ റസൂലല്ലാഹ്, വ്യഭിചാരമല്ലാതെ മറ്റൊക്കെ എനിക്ക് പ്രശ്നമല്ല നബിയേ. കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികളെ കണ്ടാൽ അവരെ നോക്കി നിൽക്കലും അവരുടെ പിന്നാലെ പോകലും അനുരാഗവും പ്രേമവും തുടങ്ങലും ഇതെന്റെ അസുഖമാണ് നബിയേ. ബാക്കിയൊക്കെ എനിക്ക് കുഴപ്പമില്ല, ഇതിനെന്റെ കണ്ണിനെ സൂക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല നബിയേ. വ്യഭിചാരത്തിൽ നിന്ന് സൂക്ഷിക്കാൻ എന്റെ ശരീരത്തിന് കഴിയുന്നില്ല നബിയേ. അതുകൊണ്ട് എനിക്കതിലൊരു എക്സ്ക്യൂസ് തരുമോ? അല്ലാഹുവിന്റെ റസൂലിന് ഇത് കൊടുക്കാൻ പറ്റുമോ? എക്സ്ക്യൂസ് ആർക്കില്ലല്ലോ, ആർക്കുമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികത്തേക്ക് വിളിച്ചു, ചെറുപ്പക്കാരനെ അരികത്തേക്ക് വിളിച്ചു. ഇത് പറയാൻ ധൈര്യം കാണിച്ചു എന്നതാണ് നബി തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മഹത്വം. നമ്മളൊക്കെ പള്ളി ചെന്നിട്ട് ഉസ്താദിനോട് ഇത് പറയോ, പിന്നെ ഉസ്താദെ ഇന്നത്തെ ഖുതുബയിലെ എനിക്ക് വേണ്ടി എക്സ്ക്യൂസിന്റെ വിഷയം പറയണം കേട്ടോ, എന്നെ കൊണ്ട് ഇതാവില്ല. എന്തായിരിക്കും ആൾക്കാർ, മനുഷ്യന്മാർ വെറുതെ വിടുവോ? അല്ലാഹുവിന്റെ റസൂലിനോട് ഇത് പറയുമ്പോൾ ആ സ്വഹാബിക്കറിയാം, നബി തങ്ങൾ എന്നെ ഉപദ്രവിക്കൂല, നബി തങ്ങൾ എനിക്കതിന് പരിഹാരം കാണിച്ചു തരുന്നു. അടുത്തേക്ക് വിളിച്ചു. തങ്ങൾ ചോദിച്ചു, അമാ തർദാഹാ ലി ഉമ്മിക, നിങ്ങളുടെ ഉമ്മയെ വന്ന് ആരെങ്കിലും തോന്നിവാസം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഏയ് ഇല്ല നബിയെ, ഞാൻ വിടൂല അവനെ. നിങ്ങളുടെ സ്വന്തം പെങ്ങളുടെ പിന്നാലെ കണ്ടവൻ നടക്കുന്ന എനിക്ക് ഇഷ്ടമാണോ? സ്വന്തം പെങ്ങളെ സ്കൂളിലോ കോളേജിലോ തിരിച്ചു വരുമ്പോ വഴിയിൽ വെച്ച് ആരെങ്കിലും കമന്റ് അടിക്കുന്നതോ പ്രയാസപ്പെടുത്തുന്നതോ കണ്ടുവെക്കുന്നതോ നിനക്ക് ഇഷ്ടമാണോ? ഇല്ല നബിയേ, അതെനിക്ക് ഇഷ്ടമല്ല. മനുഷ്യത്വം ബാക്കിയുണ്ടായിരുന്ന ചെറുപ്പക്കാരനിൽ, അതുകൊണ്ട് പറഞ്ഞു എനിക്കിഷ്ടമല്ല. നിങ്ങളുടെ സ്വന്തം ഭാര്യയെ ആരെങ്കിലും തോന്നിവാസം ചെയ്യുന്നതോ അനാവശ്യമായ കണ്ണുകൊണ്ട് നോക്കുന്നതോ നിനക്ക് ഇഷ്ടമാണോ? ഇല്ല നബിയേ. എങ്കിൽ സഹോദരാ, നിങ്ങൾ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തിന്മ മറ്റാരുടെയെങ്കിലും ഉമ്മയോ ഭാര്യയോ പെങ്ങളോ അല്ലേ, മറ്റേതെങ്കിലും കുടുംബത്തിൽ ഒരു മകളല്ലേ, മറ്റേതെങ്കിലും നിങ്ങളുടെ സഹോദരന്റെ പെങ്ങളല്ലേ. അതുകൊണ്ട് നിങ്ങളത് ചെയ്യല്ലേ. അല്ലാഹുമ്മ തുഹിർ ഖൽബഹ, പടച്ചവനെ ഈ ചെറുപ്പക്കാരന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ദംബഹ, അല്ലാഹുവേ ഈ ചെറുപ്പക്കാരന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ തുഹിർ ഖൽബഹു, അല്ലാഹുമ്മ ഗഫിർ ദംബഹു. ദുആ ചെയ്തു കൊടുക്കുന്നു കാരുണ്യത്തിന്റെ കടലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ചെയ്തു കൊടുക്കുകയാണ് ഹൃദയത്തിലേക്ക് കൈവച്ചിട്ട്. ഇവിടെ നിന്നാണ് പ്രശ്നം വരുന്നത്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഈ തിന്മ വരുന്നത്. അല്ലാഹുവേ ആടെ ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്ക്, ഈ ചെറുപ്പക്കാരന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്കല്ലാ. അല്ലാഹുമ്മ തുഹിർ ഖൽബഹ, അല്ലാഹുമ്മ ഗഫിർ ദംബഹ. തെറ്റുകൾ പുറത്തു കൊടുക്ക്, ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്കണേ അല്ലാ. സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അയാൾ പറയുന്നു, നബിയേ, എന്റെ ജീവിതത്തിൽ ഇത്രമേൽ ഇഷ്ടമുണ്ടായിരുന്നൊരു വിഷയം ഇനി ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അത്രക്ക് വെറുപ്പുള്ള ഒരു തിന്മ എന്റെ മനസ്സിലില്ല നബിയേ. ഞാനിത് അതിനെക്കുറിച്ച് ചിന്തിക്കില്ല നബിയേ. ഞാൻ എന്റെ കണ്ണിനഴിച്ചുവിടില്ല നബിയേ. ഞാൻ ആരുടെയെങ്കിലും പിന്നാലെ പോകില്ല നബിയേ. ഞാൻ വ്യഭിചരിക്കില്ല നബിയേ. അല്ലാഹുവിന് വേണ്ടി ഞാൻ എല്ലാം മാറ്റിവെച്ചു നബിയേ. ഫഅമ്മാമൻ നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുകയാണ്. സ്വർഗത്തിലേക്ക് പോകണം, നാളെ നരകത്തിലേക്കല്ല. അള്ളാഹുവിന്റെ കരുണ ലഭിക്കണം, അവന്റെ ശിക്ഷയല്ല. അള്ളാഹുവിന്റെ പൊരുത്തം വേണം, അവന്റെ കോപമല്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ വന്നിട്ട് വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബിൻ സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ.
സത്യവിശ്വാസികളെ സലാം, നിങ്ങൾക്കിവിടെ രക്ഷയാണ്. സലാമുൻ അലൈക്കും, നിങ്ങൾക്കിവിടെ രക്ഷയാണ്, സ്വർഗത്തിൽ ഇനി പേടിക്കണ്ട. ബിമാ സ്വബർതും, ദുനിയാവിൽ ഒരുപാട് ആഗ്രഹങ്ങളെ കടിച്ചു പിടിച്ച് ക്ഷമിച്ചവരല്ലയോ നിങ്ങൾ, ഇവിടെ നിങ്ങൾക്കിനി ഹറാമുകളില്ല, സ്വർഗത്തിലെല്ലാം ഹലാലുകളാണ്, വേണ്ടത് ചെയ്തോളൂ എന്ന് സ്വർഗവാസികളോട് സലാം എന്ന് മാലാഖമാർ പറയുമ്പോൾ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, ആ വഴിയിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ വഴി നമുക്ക് എളുപ്പമാക്കി തരട്ടെ. അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. അല്ലാഹുവിന് വേണ്ടി കൊടുക്കാനും അല്ലാഹുവിന് വേണ്ടി ത്യജിക്കാനും നാളെ പരലോകത്തെ വിജയമുണ്ടെന്ന് വിശ്വസിച്ച് അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാനും അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന സഅയകും ലശത്താ ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى. നരകത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നവരുണ്ട്, നരകത്തിലേക്കുള്ള വഴി ചോദിക്കുന്നവരുണ്ട്, നരകത്തിലേക്കുള്ള വഴി വേണമെന്ന് പറയുന്നവരുണ്ട്. മഹദി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്. അവർക്ക് മുമ്പ് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. ആ ഭർത്താവ് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ്, ആ ഭർത്താവ് മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ ആളാണ്. ആദ്യത്തെ ഹിജ്റ തന്റെ ഭാര്യയോടൊപ്പം. ഭാര്യ ആരാണെന്നറിയോ? മഹാനായ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. ഒരുപാട് കാലം ഇസ്ലാമിന്റെ ശത്രുചേരിയിൽ ഉണ്ടായിരുന്ന അബൂ സുഫിയാൻ എന്നവർ, അവരുടെ പ്രിയപ്പെട്ട മകൾ, അവരുടെ മറ്റൊരു പേരാണ് റംല ബീവി, അവരെയാണ് ഉമ്മു ഹബീബ എന്നും അറിയപ്പെടുന്നത്. അവരുടെ ഭർത്താവ് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് എന്നവർ എത്യോപ്യയിലേക്ക് എത്തിയപ്പോ അവിടെ ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ കള്ളു കുടിക്കുന്നുണ്ട്, ഇയാൾക്ക് കള്ളു കുടിക്കണം. അതുകൊണ്ട് കള്ളിനോടുള്ള രുചി ഇങ്ങനെ, കള്ളിനോടുള്ള ഒരു വാസന ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നപ്പോ സ്വന്തം ഭാര്യയോട് പറഞ്ഞു പോയി, ഉമ്മു ഹബീബ നളർതു ഫിൽ അദിയാൻ ഫമാ റഅയ്തു ദീനൻ ഖൈറൻ മിനൻ നസ്റാനിയ്യ. എല്ലാ മതങ്ങളെ പറ്റിയും ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കുമ്പോ ക്രിസ്തു മതത്തെക്കാളും നല്ല മതം ഞാൻ കാണുന്നില്ലല്ലോ. കള്ളുകുടിക്കാൻ തോന്നിയിട്ട് പറഞ്ഞതാ. കള്ളുകുടിക്കാൻ അമ്പിയാക്കന്മാരെ കൊണ്ട് കള്ളു കുടിപ്പിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് കള്ളക്കഥകൾ എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ. ദാവൂദ് നബി അലൈഹിസ്സലാം നഗ്നരായി കള്ളുകുടിച്ച് കടന്നിട്ടുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയല്ലോ. ആഭാസങ്ങളൊക്കെ എഴുതിയത് കള്ളുകുടി അനുവദിക്കപ്പെടാൻ പ്രവാചകന്മാർ ചെയ്തതാണെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ തിന്മകളെ ന്യായീകരിക്കാൻ അങ്ങനെ കള്ളുകുടിച്ചിരുന്ന എത്യോപ്യക്കാരായ ക്രിസ്ത്യാനികളെ കണ്ടപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് എന്നവർ പറഞ്ഞു, ഞാൻ ഇനി മുതൽ ക്രിസ്ത്യാനിയാവുകയാണ്. പെണ്ണാണ് അവിടെ പറഞ്ഞത്, റംല ബീവിയാണ് പറഞ്ഞത്. അല്ലാഹുവിനെ സൂക്ഷിക്കിൻ ഭർത്താവേ. കള്ളുകുടിയന്മാരെ കണ്ടപ്പോ ഏതാനും കള്ള് ഷാപ്പ് കാണുമ്പോഴേക്കും അല്ലാഹുവിനെ മറക്കുകയാണോ? മദ്യക്കുപ്പികൾ കാണുമ്പോഴേക്കും അള്ളാഹുവിനെയും ഖബറിനെയും മറക്കുകയാണോ? പരലോകം മറക്കുകയാണോ? നമുക്കത് പാടില്ലല്ലോ എന്ന് മഹദി റംല ബീവി പറഞ്ഞിട്ടും കേൾക്കാതെ ക്രിസ്ത്യാനികളെ പോലെ മാല ധരിച്ച് ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ്. റംല ബീവി റളിയല്ലാഹു അൻഹ സങ്കടപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്റെ ഭർത്താവ് ക്രിസ്ത്യാനിയായതിൽ സങ്കടപ്പെട്ട് ഉടനെ തന്നെ അവര് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാം എന്ന മതം മാറിയാൽ ഉടനെ തന്നെ ത്വലാഖ് സംഭവിക്കും. ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ത്വലാഖ് സംഭവിക്കും. ഒരാൾ മുസ്ലിമും ഒരാൾ അമുസ്ലിമാണെങ്കിൽ അവിടെ വിവാഹ മോചനം നടക്കും. അവിടെ പിന്നെ ത്വലാഖ് ചൊല്ലേണ്ട ആവശ്യമില്ല എന്നാണ്. അവരൊറ്റക്കായി എവിടെയാണ്? എത്യോപ്യയിൽ, മക്കയിൽ ജീവിക്കാൻ സ്വൈരതയില്ലാതെ സ്വസ്ഥതയില്ലാതെ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തവർ അവിടെ ചെന്നിട്ട് ക്രിസ്ത്യാനിയാവുക. എന്തിന്? കള്ളു കുടിക്കാൻ. പറയട്ടെ, നമ്മുടെ നാടിൽ നിന്ന് ഒന്ന് മംഗലാപുരത്തേക്കോ ബാംഗ്ലൂരിലേക്കോ ഡൽഹിയിലേക്കോ ഒന്നും മുംബൈയിലേക്കോ ഒന്ന് ഗൾഫ് നാടുകളിലേക്കോ സിംഗപ്പൂരിലേക്കോ അല്ലെങ്കിൽ മലേഷ്യയിലോ അല്ലെങ്കിൽ നമ്മുടെ ബഹ്റൈനിലോ എവിടെയെങ്കിലും ചെന്ന് നാട് വിട്ടുകഴിഞ്ഞാൽ കോലം മാറുന്ന ആളുകളില്ലേ? നാട് വിട്ട് കഴിയുമ്പോഴേക്കും ആഭാസങ്ങളുടെ ലോകം കാണുമ്പോൾ പടച്ചവനെ, എന്റെ നാട്ടിലേക്ക് ഇതൊന്നും കിട്ടിയില്ല, ഞാനിത് എടുക്കട്ടെ. കള്ളുഷാപ്പിലേക്ക്, ബാർ ഹോട്ടലുകളിലേക്ക് ലജ്ജയില്ലാതെ കയറി ചെല്ലുന്നവർ, വേശ്യാവൃത്തിക്ക് പോകുന്ന ആളുകൾ. റംല ബീവിയുടെ മാതൃക കാണണം. സ്വന്തം ഭർത്താവിനെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കി, പക്ഷേ കേട്ടില്ല. റംല ബീവി പറഞ്ഞിട്ട് ഭർത്താവ് കേട്ടില്ല.
ആ വാർത്ത കേട്ടപ്പോഴാണ് മദീനയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റംല ബീവിയോട് ഒറ്റക്കാണെങ്കിൽ അവരെ കല്യാണം കഴിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന് വേണ്ടി തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയ ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ ലോകത്തിന് ഒരാൾക്കും കിട്ടാനില്ലാത്ത മഹത്വം ലഭിക്കാൻ പോകുന്നു. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി മുതൽ അവരുടെ ഭർത്താവാകാൻ പോവുകയാണ്. നിക്കാഹിന്റെ വിവരം നജാഷി രാജാവാണ് പറയുന്നത്. അവിടെ ചടങ്ങുകളായി നിശ്ചയമായി കഴിഞ്ഞു. പിന്നെ മദീനയിലേക്ക് 6 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അവരെ നിക്കാഹ് ചെയ്ത് ജീവിതത്തിലേക്ക് കൂട്ടി സ്വീകരിക്കുകയും സത്യവിശ്വാസികളോട് മുഴുവനും النبي أولى بالمؤمنين من أزواجهم وأزواجه أمهاتهم നമ്മുടെ ഉമ്മമാരാണ് നമ്മുടെ മാതാക്കളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമ്മുടെ മാതാവല്ലേ, ഉമ്മുൽ മുഅ്മിനീൻ അല്ലേ. റംല ബീവി ഇപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവാണ്. ആ ഒരു ഭാഗ്യം മഹദി ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിക്കുകയും നരകത്തിലേക്ക്, ശിക്ഷയിലേക്ക് തന്റെ ഭർത്താവ് കള്ളുകുടിയുമായി നരകത്തിലേക്ക് തിരിച്ചു നടക്കുകയും ചെയ്യുമ്പോൾ സൂറത്തുൽ ലൈലിലെ ആയത്തൊന്നും ഇങ്ങനെ ഓതി നോക്കിൻ. വമാ ഖലഖൽ ദകറ വൽ ഉൻസ ഇന്ന സഅയകും ലശത്താ. നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമായി പോയല്ലോ. നിങ്ങളിൽ നന്മയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, തിന്മയെ ഇഷ്ടപ്പെടുന്നവർ, നന്മയെ സ്വീകരിക്കുന്നവർ, തിന്മയെ സ്വീകരിക്കുന്നവർ, നന്മയുടെ പക്ഷത്ത് പ്രയാസം സഹിച്ചു നിൽക്കുന്നവർ, തിന്മയെ യഥേഷ്ടം സ്വീകരിക്കുന്നവർ. ഇതിൽ ആരാണോ അള്ളാഹുവിന്റെ പക്ഷത്ത് നിൽക്കുന്നത് അവർ സ്വർഗത്തിന്റെ വഴിയിലേക്കാണ്. അതിലൊരു പക്ഷേ ഒരുപാട് നഷ്ടപ്പെട്ടേക്കും. ആസിയ ബീവി റളിയല്ലാഹു അൻഹ നഷ്ടമായിട്ടുണ്ട്. ആസിയ ബീവിക്ക് നഷ്ടമായത് ഫറോവയുടെ കൊട്ടാരമാണെന്ന് ഓർക്കണം സഹോദരി. ആസിയ ബീവി മഹദി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച സമയം മഹദി റളിയല്ലാഹു അൻഹു നഷ്ടമായത് ഫറോവയുടെ കൊട്ടാരമല്ലേ, ഈജിപ്തിന്റെ പരമാധികാരത്തിന്റെ അംശമല്ലേ, ഈജിപ്തിന്റെ പ്രൗഢിയല്ലേ. നടുറോട്ടിൽ കിടന്ന് വേദനിച്ച് ഷഹീദായി മരിച്ചുപോയ ഷഹീദത്താണ് ആസിയത്ത് റളിയല്ലാഹു അൻഹാ. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. രണ്ട് പെണ്ണുങ്ങളാണ് ലോകത്ത് വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉദാഹരണം. രണ്ട് പെണ്ണുങ്ങൾ തന്നെയാണ് ലോകത്ത് അവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉദാഹരണം. ശുദ്ധ ഖുർആൻ ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം, ഇറാഖിലെ മെസപ്പൊട്ടേമിയയിൽ കടന്നു വന്ന നൂഹ് നബി അലൈഹിസ്സലാം, ദിജ്ലയുടെയും ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും ഇടയിലെ മെസപ്പൊട്ടേമിയയിൽ പ്രബോധനത്തിന് വന്ന മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഭാര്യ മുസ്ലിമത്താവാതെ മരിച്ചുപോയി. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം ഇന്നത്തെ ജോർഡാനിലെ ഡെഡ് സീയുടെ ചാവുകടലിന്റെ ഭാഗത്ത് സൊദോം ഗമൊറ എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലാഹുവിന്റെ നബിയായി വന്ന ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും മുസ്ലിമാവാതെ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഖീല ദഖുലന്നാറ മഅദ്ദാഖിലീൻ. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം സ്വർഗ്ഗഭോഗ രോഗികളായി മാറിയപ്പോ ആ തോന്നിവാസത്തിന് സർവ്വ പ്രോത്സാഹനവും ചെയ്തു കൊടുത്തിരുന്ന പെണ്ണായിരുന്നു ലൂത്ത് നബിയുടെ ഭാര്യ.
മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പെണ്ണോ അവിശ്വാസികളോടൊപ്പം ചേർന്ന് മരുഭൂമിയിൽ കപ്പലുണ്ടാക്കിയപ്പോ മഹാപ്രളയം വരുന്നുവെന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോ ആ പ്രളയത്തെ സ്വീകരിക്കാൻ കപ്പലുണ്ടാക്കിയ അനിസ്നഇൽ ഫുൽക ബിഅയുനിനാ വവഹീനാ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങിയപ്പോ കൂടെ നിന്ന് കളിയാക്കി ചിരിച്ചിരുന്ന പെണ്ണാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഭാര്യ. രണ്ടുപേരോടും ഖീല പറയപ്പെട്ടു കഴിഞ്ഞു ഉദ്ഖുലന്നാർ നരകത്തിലേക്ക് പ്രവേശിച്ചോളൂ മഅദ്ദാഖിലീൻ എന്നെന്നും നരകത്തിൽ കടക്കുന്നവരോടുകൂടെ നിങ്ങൾ കടന്നോളൂ എന്ന് ആ പെണ്ണുങ്ങളോട് പറയപ്പെട്ടു കഴിഞ്ഞു. തൊട്ടിപ്പുറത്തെ ആയത്ത് വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ സത്യവിശ്വാസിനികൾക്ക് ഉദാഹരണം ഇംറഅത ഫിർഔൻ ഫിർഔനിന്റെ ഭാര്യയാണ്. സൗജി എന്ന് അല്ലാഹു പ്രയോഗിച്ചിട്ടില്ല, മനപ്പൊരുത്തമില്ലാത്തത് കൊണ്ട്. ഭർത്താവും ഭാര്യയും മുസ്ലിമല്ല, രണ്ടുപേരും മുസ്ലിമായിട്ടില്ല, ഒരാളെ മുസ്ലിമായിട്ടുള്ളൂ. അതുകൊണ്ട് അല്ലാഹു ഇംറഅത ഫിർഔൻ ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവി മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണമല്ലേ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. എന്തേ കാരണം എന്നറിയോ? റബ്ബി അല്ലാഹുവേ ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന സ്വർഗ്ഗത്തിൽ ഒരു വീട് വേണം എന്ന് മാത്രമല്ല ചോദിച്ചത്. റബ്ബി അല്ലാഹുവേ ഇബ്നി ലീ എനിക്ക് വേണ്ടി നീ പണിയണേ ഇൻദക നിന്റെ അരികത്ത്. എന്ത് വേണം? ബൈതൻ വീട്. വീടല്ല ആദ്യം വേണ്ടത്, നിന്റെ അരികത്താണ്, നിന്റെ ഖുർബാണ്, നിന്റെ സാമീപ്യമാണ് റബ്ബേ എനിക്ക് വേണ്ടത്. ഫറോവ എന്നെ ആക്രമിക്കുന്നുണ്ട്. ആരാണ് ഈ ഫറോവ? ഇന്നത്തെ കെയ്റോയിലെ നാഷണൽ മ്യൂസിയത്തിനുള്ളിൽ കിടക്കുന്ന ഡെഡ് ബോഡിയായി ലോകാവസാനം വരെ വരാൻ പോകുന്ന മനുഷ്യർക്ക് അള്ളാഹു മാതൃകയാക്കി വെച്ചു കൊടുത്ത റംസീസ് രണ്ടാമന്റെ ശവപ്പെട്ടി ഇന്ന് മനുഷ്യന്റെ മുമ്പിലെ കാഴ്ച വസ്തുവാണ്. ആ ദുൽമ ചെയ്ത മഹാഹങ്കാരിയുടെ ഭാര്യയായിരുന്ന ആസിയ ബീവി കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കാനാണ്. ഈജിപ്തുകാരന്റെ റാ എന്ന് പറയുന്ന സൂര്യദേവനെ ഞാൻ ആരാധിക്കില്ല, സൂര്യൻ ദൈവമല്ലെന്ന് പറഞ്ഞ് അള്ളാഹുവാണ് ലോകത്തിന്റെ സത്താവ്, അവൻ കണ്ണുകൾക്ക് കാണാത്തവനാണെന്ന് അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ നോക്കി മൂസ നബി അലൈഹിസ്സലാമിനെ നോക്കി പഠിച്ച മഹദി ആസിയ റളിയല്ലാഹു അൻഹാ നിന്റെ അരികത്ത് വീട് വേണം പടച്ചവനെ. ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ആ ആസിയ ബീവിയും വേറെ ഒരു പെണ്ണും കൂടെ ലോകത്തിന് മാതൃകയുണ്ട് കേട്ടോ. അവരാരാണെന്നറിയുമോ? വമർയമ ബിനത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹാ ഫനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. ഇമ്രാനിന്റെ പുത്രി മറിയം റളിയല്ലാഹു അൻഹാ, മേരി എന്ന് പറയുന്ന മറിയം ഈസ നബി അലൈഹിസ്സലാമിന് ജന്മം കൊടുത്ത മഹദിയാണ് മറിയം റളിയല്ലാഹു അൻഹാ. മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം റൂഹ് ഊതുകയും അങ്ങനെ കൺസെപ്ഷൻ നടക്കുകയും മഹദി റളിയല്ലാഹു അൻഹാ ഈസ നബി അലൈഹിസ്സലാമിനെ ഗർഭം ധരിക്കുകയും ചെയ്ത ഒരു പുരുഷന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ, ഒരു മെയിൽ ഇന്റർവെൻഷൻ ഇല്ലാതെ അത്ഭുതകരമായ മഹാജന്മം അല്ലാഹു നൽകി അനുഗ്രഹിച്ച ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ മഹാപ്രവാചകന്റെ ഉമ്മയാകാൻ ഭാഗ്യം ലഭിച്ച മറിയം ബീവി. എന്തേ കാരണം എന്നറിയോ? എന്താ ഖുർആൻ പറഞ്ഞത് കാരണം? അവരാണ് ലോക മുസ്ലിമിന് ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ. അമുസ്ലിമീങ്ങളായ ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ, രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാർ. സത്യവിശ്വാസികളായ ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ. ഒന്ന് ഫറോവയുടെ ഭാര്യയാണ്, മറ്റൊന്ന് ഒരു ഭർത്താവിനെ സ്വീകരിക്കാതെ ഒറ്റക്ക് നിന്ന് ധർമ്മസമരം ചെയ്ത, ധർമ്മത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട നന്മയുടെ പ്രതീകമായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ അല്ലതി അഹ്സനത് ഫർജഹാ. തന്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ ഒരു ഹറാമും ചെയ്യാത്ത മറിയം ബീവി. അഹ്സനത് ഫർജഹാ, ചാരിത്രശുദ്ധി ഉണ്ടായിരുന്ന മറിയം ബീവി. ഒരു അന്യപുരുഷന്റെ മുഖത്ത് നോക്കാത്ത പെണ്ണ്, ഒരന്യപുരുഷനോട് കൊഞ്ചിക്കൊഴയാത്ത പെണ്ണ്, സംസാരിക്കാത്ത പെണ്ണ്. അഹ്സനത് ഫർജഹാ, ചാരിത്രശുദ്ധി ഉണ്ടായിരുന്ന പെണ്ണ്, ചേഷ്ടിറ്റി ഉണ്ടായിരുന്ന പെണ്ണ്,
ഹയാ ഉണ്ടായിരുന്ന പെണ്ണ് മറിയം ബീവി വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി, അല്ലാഹുവിന്റെ വചനങ്ങളും അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളും സത്യമാണ് എന്ന് വിശ്വസിച്ച മറിയം ബീവി റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ ലോകത്ത് ജീവിച്ചു മരിച്ചു പോകാനിരിക്കുന്ന സർവ്വവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉദാഹരണമല്ലേ? എന്തൊരു മനോഹരമായ ആയത്ത്. ഇന്ന സഅയകും ലശത്താ, വ്യത്യസ്തമായ കർമ്മങ്ങൾ. ഒരു ഭാഗത്ത് സൊഡോം ഗൊമൊറയിലെ ഹോമോസെക്ഷലായിരുന്ന ആളുകളുടെ കൂടെ നിന്നിരുന്ന ഭാര്യയാണ്, പെണ്ണാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ പെണ്ണ്. അവിശ്വാസികളോടൊപ്പം ഇസ്ലാമിനെ കളിയാക്കിയിരുന്ന പെണ്ണ്, പ്രവാചകനെ കളിയാക്കിയിരുന്ന പെണ്ണ്, ഇസ്ലാമിന്റെ വേഷത്തെ ഇസ്ലാമിന്റെ സംസ്കാരത്തെ കളിയാക്കി ചിരിച്ചിരുന്ന പെണ്ണ്, അത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഭാര്യ. രണ്ടുപേരുടെയും കർമ്മം എന്തൊരു വ്യത്യസ്തം. തൊട്ടിപ്പുറത്തോ സർവ്വസുഖങ്ങൾ ഉണ്ടായിട്ട് ഫറോവയുടെ കൊട്ടാരത്തിൽ രാജ്ഞിയായി കഴിഞ്ഞുകൊണ്ടിരിക്കെ അതൊന്നും എനിക്ക് വേണ്ടാതിനേക്കാളൊക്കെ വലുത് തൗഹീദാണ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണെന്ന് പറഞ്ഞ് തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെട്ട് മൃഗീയമായി വധിക്കപ്പെട്ടു പോയ രക്തസാക്ഷിണിയാണ് അവരും ഒറ്റക്ക് ജൂതന്മാർ മുഴുവനും വ്യഭിചാരിണി എന്ന് പറഞ്ഞ് മറിയം ബീവിയെ അഭിസാരിക എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് ജെറൂസലേമിൽ നിൽക്കാൻ സ്വൈരം കൊടുക്കാതെ മറിയം റളിയല്ലാഹു അൻഹ തന്റെ ഗർഭത്തിലിരിക്കുന്ന മഹാനായ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിക്കാൻ വേണ്ടി ഇടം തേടി നടന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹ അല്ലതി അഹ്സനത് ഫർജഹാ ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ, ചാരിത്രമുണ്ടായിരുന്നപ്പോ, ചാരിത്ര ശുദ്ധി ഉണ്ടായിരുന്നപ്പോ പെണ്ണായി അച്ചടക്കത്തോടെ ലജ്ജയോടുകൂടെ നാണത്തോടുകൂടെ മറിയം ബീവിയെ പോലെ ജീവിച്ചാൽ അവർക്ക് സ്വർഗമല്ലേ? അവർ മുഅ്മിനീങ്ങളുടെ ഉദാഹരണമല്ലേ? മുഅ്മിനീങ്ങൾക്ക് മാതൃകയല്ലേ മറിയം റളിയല്ലാഹു അൻഹാ? വനഫഖ്നാ ഫീഹി മിർ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിച്ചിരുന്ന പെണ്ണായിരുന്നു അത്. സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കൾക്ക് നിസ്കരിക്കുന്ന വാപ്പയെ കാണാൻ ഇനി യോഗമുണ്ടോ? നിസ്കരിക്കുന്ന ഒരു ഉമ്മയെ കാണാൻ നമ്മുടെ മക്കൾക്ക് ഇനി യോഗമുണ്ടോ? റിമോട്ട് പിടിച്ച് ചാനലുകളായി മാറി മറിഞ്ഞ് ഒരു സീരിയൽ കഴിഞ്ഞാൽ മറ്റൊരു ചാനലിന്റെ സീരിയൽ എടുത്ത്, ഒരു സിനിമ കഴിഞ്ഞാൽ മറ്റൊന്ന്, ഒരു പാട്ട് കഴിഞ്ഞാൽ മറ്റൊരു റിയാലിറ്റി ഷോ, അത് കഴിഞ്ഞാൽ പുറത്തേക്ക്, ഇങ്ങനെ മാറി മാറി റിമോട്ട് പിടിച്ച് ടിവിയുടെ മുമ്പിലിരുന്ന് സമയം കഴിയുന്ന പെണ്ണുങ്ങൾക്ക് അവരുടെ മക്കൾക്ക് കണ്ടു പഠിക്കാൻ എന്ത് മാതൃകയാണ് പെങ്ങളെ, എന്ത് മാതൃകയാണ് സഹോദരി, എന്ത് മാതൃകയാണ് ഉമ്മ, എന്ത് മാതൃകയാണ് വാപ്പ നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്. വകാനത് മിനൽ ഖാനിതീൻ, അല്ലാഹുവിന് ഭവ്യതയോടുകൂടെ നിസ്കരിച്ചിരുന്ന പെണ്ണായിരുന്നു മറിയം ബീവി. അല്ലാഹുവിന് ഭവ്യതയോടുകൂടെ ഇബാദത്ത് ചെയ്തിരുന്ന പെണ്ണായിരുന്നു മറിയം ബീവി. ആ മാതൃക നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ ഉമ്മ? ആ മാതൃക നമ്മുടെ വീടുകളിൽ ഉണ്ടോ സഹോദരി? നമ്മുടെ മക്കൾ വാല് കേട്ടാലും പ്രസംഗം കേട്ടാലും മദ്രസയിൽ പോയി പഠിച്ചാലും അറബി കോളേജിൽ പോയി പഠിച്ചാലും വീടിന്റെ ഉള്ളിലുള്ള സംസ്കാരമല്ലേ നമ്മുടെ മക്കൾ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ഉമ്മ എന്ത് ചെയ്തു, വാപ്പ എന്ത് ചെയ്തു, ഇതല്ലേ മക്കൾ പഠിക്കുന്നത്. വകാനത് മിനൽ ഖാനിതീൻ, മക്കളെങ്ങാനും ഉറക്കത്തിൽ നിന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോഴേക്കും എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മയെ കണ്ട കാലമുണ്ടോ? ഇപ്പോൾ ഉമ്മയെ കണ്ട കാലുണ്ടോ? ഉമ്മ കിടന്നുറങ്ങുന്നുണ്ട്, ഉമ്മ നിസ്കരിച്ചിട്ടില്ല, ഉമ്മ ടിവിയുടെ മുമ്പിലുണ്ട്, ഉമ്മ സീരിയലിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് എന്നല്ലാതെ എന്റെ ഉമ്മ പാതിരാത്രി നിസ്കരിക്കാറുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള കുട്ടികളുണ്ടോ? എന്റെ ഉമ്മയുടെ പ്രാർത്ഥന ഞാൻ കണ്ടുപോയിട്ടുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള മക്കളുണ്ടോ? എന്റെ ഉമ്മ മുസല്ലപ്പായ വിരിച്ച് സുജൂദിൽ കിടന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ ഏതെങ്കിലും ഇന്നത്തെ ന്യൂ ജനറേഷൻ ഉമ്മമാരെ നമ്മുടെ മക്കൾക്ക് ഒരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരി പെണ്ണായിരുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോൾ വയസ്സ് 18. ആ 18കാരി എന്ന് പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹ ലോക മുസ്ലിമീങ്ങളുടെ മാതാവല്ലേ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ
അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വന്തം അമ്മായിയായ ആയിഷ ബീവി നിസ്കരിക്കുന്ന നിസ്കാരം കണ്ടിട്ട് മഹാനായ സ്വഹാബി പറയുന്നത്, ഞാൻ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോ ആയിഷ ബീവി മുസല്ല വിരിച്ച് നിസ്കരിക്കുകയാണ്. എന്താണ് നിസ്കാരത്തിൽ ഓതുന്നതോ? ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം, ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അല്ലാഹു നമ്മളോട് കാരുണ്യം കാണിക്കുകയും ഫവഖാനാ അദാബസ്സമൂം, നരകത്തിന്റെ കത്തിയാളുന്ന നരകത്തിന്റെ ചൂടുള്ള കാറ്റ് നമ്മുടെ മുഖത്ത് വരാതെ അല്ലാഹു കാത്തില്ലയോ എന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന മഹാഭാഗ്യത്തെ കുറിച്ച് പറയുന്ന ആയത്ത് ഇങ്ങനെ ഓതി ആയിഷ ബീവി കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 18 വയസ്സുള്ള പെൺകുട്ടിയാണിത്. 18 വയസ്സുള്ള ചെറുപ്പക്കാരിക്ക് മാതൃകയായ ആയിഷ റളിയല്ലാഹു അൻഹയാണിത്. നിസ്കാരത്തിലുള്ള നൃത്തം കണ്ട് മണിക്കൂറുകളോളം നിന്നിട്ട് മഹാനായ സ്വഹാബി പറയാ, ഞാനൊന്ന് തിരിച്ചുപോയി ഒന്ന് ഉറങ്ങിയിട്ട് വരാം. ആയിഷ ബീവിയോട് വല്ലതും ചോദിക്കാൻ വന്നതാണ്. അമ്മായിയുടെ നിസ്കാരം കഴിഞ്ഞിട്ടില്ല, ഞാൻ കിടന്നുറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴും ആയിഷ ബീവി റൂമിൽ നിസ്കരിക്കുകയാണ്. അതേ ആയത്തോതി ഇങ്ങനെ കരയുന്നുണ്ട്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം, അല്ലാഹുവേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ, നരകത്തിന്റെ തീയിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ. ഈ വാക്ക് പറയുന്ന ചെറുപ്പക്കാരി പെണ്ണാണെന്ന് ഓർക്കണം. ആ കാഴ്ചകളാണ് സ്വഹാബത്തിനെ ഉണ്ടാക്കിയത്, ആ കാഴ്ചകളാണ് താബിഉകളെ ഉണ്ടാക്കിയത്, ആ കാഴ്ചകളാണ് ഇസ്ലാമിന്റെ ജനറേഷൻ ഉണ്ടാക്കിയത്. ഈ വീടിന്റെ ഉള്ളിലെ മാതൃക നമ്മുടെ ഉമ്മമാരെ, ഇന്ന സഅയകും ലശത്താ, അതൊരു മാതൃക, ഇന്നത്തേത് വേറൊരു മാതൃക. എന്തൊരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത്? ഏതാണ് നമ്മുടെ മക്കൾക്കുള്ള പാഠം? ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമായി പോയല്ലോ, നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണല്ലോ. അല്ലാഹുവിന് വേണ്ടി മാതൃക കാണിക്കുന്ന വാപ്പമാരെവിടെ? അല്ലാഹുവിന് വേണ്ടി മാതൃക കാണിക്കുന്ന ഉമ്മമാരെവിടെ? അച്ചടക്കത്തോടുകൂടെ നടക്കുന്ന ഉമ്മമാരെ സമൂഹത്തിന് വേണം. അച്ചടക്കത്തോടുകൂടെ നടക്കുന്ന ഉമ്മമാരെ. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, അബൂ ത്വൽഹ തങ്ങളുടെ ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അന്നൊരിക്കൽ കാരക്കയുടെ കുരുവിന്റെ കൊട്ടയുമായി നടന്നു വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരക്ക കുരു ചുമന്ന് നടന്നു വരുന്ന മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, മഹദി ഭർത്താവിനെ സഹായിക്കുകയാണ്, ഒട്ടകത്തിന്റെ തീറ്റ കൊണ്ടുവരികയാണ്. ആ പെണ്ണുങ്ങൾ നടക്കുന്ന കണ്ടപ്പോ, മഹദിയെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒട്ടകത്തെ നിർത്തിയിട്ട് പറഞ്ഞു, ബഹിൻ ബഹിൻ ഇഖ് ഇഖ് എന്ന് പറഞ്ഞ് ഒട്ടകത്തെ താഴ്ത്തിക്കൊടുത്തു. കയറാൻ വേണ്ടി പറയുകയാണ് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും, അവരുടെ ഭാര്യമാർ, നബിയുടെ ഭാര്യമാർ നമുക്ക് മാതാക്കളാണ്. അല്ലാഹുവിന്റെ റസൂലോ നമുക്ക് വാപ്പക്ക് തുല്യമല്ലേ, നമ്മുടെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടവരല്ലേ. സ്വന്തം മകളോടെന്ന പോലെ ഒട്ടകപ്പുറത്ത് കയറാൻ പറഞ്ഞപ്പോ ഉമ്മു സുലൈം പറയുകയാണ്, ഫദകർതു ഗീറതക യാ അബാ ത്വൽഹ, അബൂ ത്വൽഹ നിങ്ങൾ വല്ലാതെ ഈർഷ്യതയുള്ള ആളാണല്ലോ, നിങ്ങളുടെ ഭാര്യയായ ഞാൻ മറ്റൊരാളിന്റെ കൂടെ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, നോക്കുന്നത് ഇഷ്ടമല്ലല്ലോ, അല്ലാഹുവിന്റെ റസൂലാണിത്, എന്നിട്ട് പോലും ഞാൻ അതോർത്ത് നബിയുടെ പിന്നാലെ കയറിയില്ല എന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ മഹാനായ സ്വഹാബിയുടെ മറുപടി, ഉമ്മു സുലൈമേ നിനക്ക് നബി തങ്ങളുടെ പുറകിൽ കയറലായിരുന്നു, അങ്ങാടിയിലൂടെ കൊട്ടയും പിടിച്ച് നടക്കുന്നതിനേക്കാളും ഖൈർ അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകിൽ കയറലായിരുന്നു മോളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. എന്താണ് ജാള്യത, എന്താണ് ലജ്ജ, എന്താണ് ചൈസ്റ്റിറ്റി, എന്താണ് ചാരിത്രശുദ്ധി, എന്താണ് ഒരു പെണ്ണിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗന്ദര്യം? എന്താണ്? ആഭരണമാണോ? അല്ല. 4 വാക്ക് സംസാരിക്കാൻ കഴിയലാണോ? അല്ല. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഭരണം എന്താണ്? അവളുടെ ലജ്ജയാണ്, നാണമാണ്. നമ്മുടെ മക്കൾ കണ്ടു പഠിക്കുന്നത് ഉമ്മയെ കണ്ടിട്ടാണ്. ജാള്യതയില്ലാതെ, ലവലേശം സങ്കോചമില്ലാതെ അന്യാളുകളോട് അങ്ങാടിയിലൂടെ വെറുമൊരു പർദ്ദ ധരിച്ച് നടന്നാൽ പിന്നെ മനുഷ്യന്മാരോടൊക്കെ സംസാരിക്കണമെന്നും കയ്യും മുഖവും ഔറത്തല്ലെന്നും പറഞ്ഞ് നടക്കുന്ന സഹോദരിമാരെ, പെങ്ങന്മാരെ, ഉമ്മമാരെ, ഭാര്യമാരെ, സഹോദരിമാരെ, ആലോചിച്ചു നോക്കണം. അല്ലാഹുവിന്റെ റസൂൽ തന്ന മാതൃകയാണോ നമ്മുടെ സമൂഹത്തിന് കൈമാറുന്നത്? ഉമ്മയെ കണ്ടിട്ട് ഉമ്മയെ പോലെ
പോലെ ആവണമെന്ന് തോന്നുന്ന പെങ്ങളുണ്ടോ ഇവിടെ? മകളുണ്ടോ ഇവിടെ? എന്റെ ഉമ്മയെ പോലെ എനിക്കാവണം, എന്റെ ജ്യേഷ്ഠത്തിയെ പോലെ അച്ചടക്കമുള്ള വസ്ത്രം ധരിക്കണമെന്ന് അനിയത്തിക്ക് തോന്നുന്നുണ്ടോ? എന്റെ അനിയത്തിയെ കണ്ടിട്ടെങ്കിലും എനിക്കൊന്ന് നന്നാവണമെന്ന് ജ്യേഷ്ഠത്തിക്ക് തോന്നാൻ അനിയത്തി മാതൃകയാണോ? അനിയത്തിക്ക് ജ്യേഷ്ഠത്തി മാതൃകയായിട്ടുണ്ടോ? മക്കൾക്ക് ഉമ്മ മാതൃകയാണോ? ഉമ്മാക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന മക്കൾ ഉണ്ടാകുന്നുണ്ടോ? മക്കൾക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന മാതാപിതാക്കളുണ്ടോ? ഇന്ന സഅയകും ലശത്താ. എന്തൊരു മോശപ്പെട്ട രീതിയിലാണ് സമൂഹത്തിന്റെ ഒഴുക്ക്. ഇന്ന സഅയകും ലശത്താ. അവിടെ ഏറ്റവും വലിയ ലജ്ജയുടെ, നാണത്തിന്റെ, ഹയാഇന്റെ, ചൈസ്റ്റിറ്റിയുടെ മാതൃക ഇവിടെ. നാണമില്ലാത്ത സിംഫാനി മിൻ ഉമ്മതി ലം അറഹുമാ. രണ്ട് വിഭാഗമുണ്ട് എന്റെ സമൂഹത്തിൽ, ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല. രണ്ടുപേരും നരകത്തിലാണ്. ഞാൻ കാണാത്ത രണ്ട് വിഭാഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൗമുൻ മഅഹും സിയാതുൻ കഅദ്നാബിൽ ബഖർ. പശുവിന്റെ വാലുപോലെ ചാട്ടമാറുകൊണ്ട് ജനങ്ങളെ അടിക്കാൻ വരുന്ന നിയമപാലകന്മാർ, പ്രഹരിക്കുന്ന പോലീസുകാർ, അടിക്കുന്ന പോലീസുകാർ, മനുഷ്യന്മാരടിക്കുന്നവർ, മനുഷ്യന്മാരെ ശാരീരിക വേദനിപ്പിക്കുന്നവർ, അങ്ങനെ ചാട്ടമാറുകൊണ്ട് മനുഷ്യന്മാരെ അടിക്കുന്ന ഒരു വിഭാഗം ഇനി വരാനുണ്ട്. ഞാൻ അവരെ കണ്ടിട്ടില്ലെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, ഒരു കൂട്ടരുമുണ്ട്, വനിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മായിലാതുൻ മുമീലാത്ത്. വസ്ത്രം ധരിച്ചു എന്ന് പറയാം, പക്ഷേ ആരിയാതുൻ അവർക്ക് വസ്ത്രമില്ലാത്തതിന് തുല്യമാണ്. ശരീരം മുഴുവനും കാണിച്ചു നടക്കുന്നതിന് തുല്യമാണ്. ടൈറ്റ് ഫിറ്റായ വസ്ത്രം ധരിച്ച്, ട്രാൻസ്പാരന്റ് ആയ വസ്ത്രം ധരിച്ച്, തൊലിനിറം കാണുന്ന വസ്ത്രം ധരിച്ച് പെണ്ണുങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. ലമ്മറഹുമാ. ഞാൻ അവരെ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സ്വഹാബികൾ അവരെ കണ്ടിട്ടില്ല. കാസിയാത്തുൻ അവർക്ക് വസ്ത്രമുണ്ട്, പക്ഷേ ആരിയാത്തുൻ വസ്ത്രമില്ലാത്തവരാണ്. മായിലാത്ത് പുരുഷന്മാരിലേക്ക് കൊഞ്ചിക്കുഴയുന്നവരാണ്. മുമീലാത്തുൻ പുരുഷന്മാർ തങ്ങളിൽ ആകർഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന, നടക്കുന്ന നടത്തവും പെരുമാറ്റവുമുള്ളവർ. لا يدخلن الجنة رؤوسهن كأسنمة البخت المائلة. ഒട്ടകത്തിന്റെ പൂഞ്ഞാടുന്ന പോലെ തലമുടി കെട്ടിവെച്ച് മേലോട്ട് ഉയർത്തിവെച്ച് കെട്ടായി വെക്കുകയും, അങ്ങനെ ഒട്ടകം നടക്കുമ്പോൾ ഒട്ടകത്തിന്റെ പൂഞ്ഞാടുന്ന പോലെ പെണ്ണുങ്ങളുടെ തലമുടിയുടെ കെട്ട് മേലെ കെട്ടിവെച്ച കെട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലുമായി വരുന്ന കാലം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ വരാൻ പോകുന്നുണ്ട്. 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിം പെണ്ണുങ്ങളുടെ വേഷമായി, അവരുടെ സംസ്കാരമായി, അവരുടെ മുടിയുടെ സംസ്കാരമായി മാറി തുടങ്ങിയിട്ടില്ലേ? അറബ് രാജ്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, അറബ് പെണ്ണുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. അങ്ങനെ മുടി ഇങ്ങനെ മേലോട്ട് വെച്ചിട്ട് ഒട്ടകത്തിന്റെ പൂഞ്ഞ മേലെ നിൽക്കുന്ന പോലെ മുടിക്കെട്ട് മേലോട്ട്. പർദ്ദ ധരിച്ചിട്ടുണ്ട്, മുടി കാണുന്നില്ല, പക്ഷേ ആ മുടിയുടെ സ്റ്റൈൽ എങ്ങനെ? ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ മേലോട്ട് കെട്ടിവെക്കുകയും, ഒട്ടകത്തിന്റെ പൂഞ്ഞ അത് നടക്കുമ്പോൾ ആടുന്ന പോലെ മുടിയുടെ കെട്ടിങ്ങനെ മേലെങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഹെയർ സ്റ്റൈലുള്ള പെണ്ണുങ്ങൾ അവർ പുരുഷന്മാരെ കുഴക്കാനും പുരുഷന്മാരെ വശീകരിക്കാനും ഇറങ്ങിത്തിരിച്ചവരാണ്. അവരുടെ ഫോൺ കോളുകളുടെ ലക്ഷ്യമതാണ്, അവരുടെ വിളികളുടെ ലക്ഷ്യമതാണ്, അവരുടെ നടത്തത്തിന്റെ ലക്ഷ്യമതാണ്, അവരുടെ വേഷത്തിന്റെ, ഡ്രസ്സിന്റെ, സ്റ്റൈലിന്റെ ലക്ഷ്യവും അതാണ്. ആരെങ്കിലും എന്നെ നോക്കണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്നവർ ലോകത്തിന് സത്യം പഠിപ്പിച്ച ഗുരു അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് അവർക്ക് സ്വർഗ്ഗമില്ല കേട്ടോ. സ്വർഗ്ഗത്തിന്റെ സുഗന്ധം പോലും ഈ കൂട്ടർക്ക് ലഭ്യമല്ല. എത്രയോ ആയിരക്കണക്കിന് മൈലുകളിലേക്ക് സ്വർഗ്ഗത്തിന്റെ സുഗന്ധം, അതിന്റെ സൗരഭ്യം അടിച്ചു വീശും. അതൊന്നും ഈ ലജ്ജയില്ലാത്ത പെണ്ണുങ്ങൾക്ക് ലഭ്യവുമല്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവിയെ ചേർത്ത് വായിക്കണം മുഅ്മിനീൻ.
മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മരിക്കാൻ കിടക്കുമ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എന്റെ ശരീരം നിങ്ങൾ മറവു ചെയ്യാൻ കൊണ്ടുപോകുമ്പോ ഒരു പലകയിൽ എന്നെ കൊണ്ടുപോയാൽ, ആ പലകയിൽ എന്നെ കിടത്തിയാൽ, എന്റെ ശരീരം നിങ്ങൾ വസ്ത്രം കൊണ്ട് റാപ്പ് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന്റെ നീളവും അതിന്റെ വണ്ണവും ഞാനൊരു പെണ്ണാണല്ലോ എന്നും വഴിയിലൂടെ നടക്കുന്ന ആണുങ്ങൾ കണ്ടുപോകില്ലേ? അതുകൊണ്ട് എനിക്ക് മരണം ഇഷ്ടമാകുന്നില്ല. എന്റെ ഉപ്പയെ കാണാൻ എനിക്ക് കൊതിയുണ്ട് താനും. പക്ഷേ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ പരന്ന ഒരു പലകയല്ലേ, ആ പലകയിൽ എന്നെ കിടത്തിയാൽ എന്റെ ശരീരം പുരുഷന്മാർ കാണില്ലേ എന്ന് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുത്ത ഹദീസ് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ സിദ്ദീഖ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. മഹദി പറഞ്ഞു ഒരു വാക്ക്, അല്ല ഫാത്തിമ ബീവി, നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട, എനിക്കൊരു ഐഡിയ ഉണ്ട്. എത്യോപ്യക്കാരായ ആളുകൾക്ക് മയ്യത്ത് കട്ടിലുകളുണ്ട്, സൈഡിൽ പലകകളുള്ള, വീഴാത്ത രീതിയിൽ പെട്ടിയായി കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ ഞാൻ എത്യോപ്യക്കാർക്ക് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ പോരെ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് മഹദി അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ മരിക്കാൻ കിടക്കുന്ന 20 ചില്ലാനും പ്രായമേ ആയിട്ടുള്ള ഫാത്തിമ ബീവിക്ക് ആ മഹദിയാണ് പറഞ്ഞത്, അസ്മാ, ആ കട്ടിലൊന്ന് എനിക്ക് കാണിച്ചു തരിൻ. ഏതാനും ഈത്തപ്പനയുടെ പലകകൾ കൊണ്ടുവന്ന് മയ്യത്ത് കട്ടിൽ, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മയ്യത്ത് കട്ടിൽ, മയ്യത്തിനെ ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ അതായിരുന്നില്ല നബി തങ്ങളുടെ കാലത്ത്. ഒരു പലക മാത്രമാണ്. ഇന്നത്തെ മയ്യത്ത് കട്ടിൽ പോലത്തെ സൈഡുകളിൽ തടയുള്ള മയ്യത്ത് കട്ടിൽ. ആദ്യമായി ആ കട്ടിലിൽ ഖബറിലേക്ക് യാത്ര പോയത് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. അവരാണ് തുടക്കം കുറിച്ചത്. എന്തിനെന്നറിയോ? എന്റെ ശരീരം മയ്യത്തായ എന്റെ ശരീരം കഫംപുട കൊണ്ട് പുതച്ചാൽ പോലും ആണുങ്ങൾ എന്നെ കാണില്ലേ, എന്റെ നീളം കാണില്ലേ, എന്റെ ശരീരത്തിന്റെ വണ്ണം അവർ കാണില്ലേ. ഇത് മോശമാണ്, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ആ മയ്യത്ത് കട്ടിലിന്റെ രൂപം കാണിച്ചു കൊടുത്തപ്പോഴാണ് അൽആന ത്വാബ ഖൽബി, എനിക്കിപ്പോൾ സന്തോഷമായി എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, വലം തുറ, അവരെ കാണപ്പെട്ടിട്ടില്ല, ളാഹികതൻ ബഅദ വഫാതി അബീഹാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉപ്പ അല്ലാഹുവിന്റെ റസൂൽ 6 മാസങ്ങൾക്ക് മുമ്പ് മരിച്ചതിൽ പിന്നെ ഒരിക്കൽ പോലും പുഞ്ചിരിക്കാത്ത ഫാത്തിമ ബീവി മയ്യത്ത് കട്ടിലിലാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്, വെറും ഒരു പലകയിൽ കിടത്തിയിട്ടല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പുഞ്ചിരിച്ചു എന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇന്ന സഅയകും ലശത്താ, എന്തൊരു വ്യത്യാസം. ഇവിടെ ഫാത്തിമ ബീവി, ഇവിടെ നമ്മുടെ പെങ്ങള്, ഇവിടെ ഫാത്തിമ ബീവി, ഇവിടെ നമ്മുടെ ഉമ്മമാർ, ഇവിടെ ഫാത്തിമ ബീവി, ഇവിടെ നമ്മുടെ യുവജനങ്ങൾ, ഇവിടെ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും. അസ്തിത്വം, ഇസ്ലാമിന്റെ തഖ്വയുടെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോയാൽ ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, നരകത്തിലേക്കുള്ള വഴിയാണ് തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനേ, വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, നന്മയേതാണ് തിന്മയേതാണെന്ന് അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ കേൾക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, മറന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്, ഓർമ്മപ്പെടുത്തലുകൾ നടക്കുന്നുണ്ട്, തദ്കീറുകളും തംബീഹുകളും നടക്കുന്നുണ്ട്. പക്ഷേ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത്? ഇത്രയേ വിഷയം. ഞാൻ ഇതെടുക്കണോ അതെടുക്കണോ? രണ്ടും നിന്റെ മുമ്പിലുണ്ട്, രണ്ടും മുമ്പിലുണ്ട്. അത് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ശരീരത്തെ നശിപ്പിക്കലിൻ, ശരീരത്തെ നശിപ്പിക്കലിൻ. ഈ ശരീരമുണ്ടെങ്കിലല്ലേ നിസ്കരിക്കാൻ പറ്റൂ, ഈ ശരീരമുണ്ടെങ്കിലല്ലേ നോമ്പെടുക്കാൻ പറ്റൂ, ഈ ശരീരമുണ്ടെങ്കിലല്ലേ സ്വതക്ക ചെയ്യാൻ പറ്റൂ, ഈ ശരീരമുണ്ടെങ്കിലല്ലേ അള്ളാഹുവിന് വേണ്ടി ഒന്ന് കരയാൻ പറ്റൂ, ഈ ശരീരമുണ്ടെങ്കിലല്ലേ ഖുർആൻ ഓതാൻ പറ്റൂ, ഈ ശരീരമുണ്ടെങ്കിലല്ലേ അനുഭവിക്കാൻ പറ്റൂ, ഈ ശരീരമുണ്ടെങ്കിലല്ലേ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ പറ്റൂ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ. അതുകൊണ്ട് നഫ്സിനെ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ റൂഹിനെ
നിങ്ങൾ തസ്കിയത്ത് ചെയ്തെടുക്കിൻ, പരിപോഷിപ്പിച്ചെടുക്കിൻ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിൻ. എന്റെ റബ്ബിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് ചിന്തിക്കിൻ. അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എനിക്ക് മതി, ഇഷ്ടമില്ലാത്തത് എനിക്ക് വേണ്ട. നരകത്തിലേക്ക് മനുഷ്യൻ ആപ്പതിച്ചു വീഴുകയാണെങ്കിൽ എന്തവനെ രക്ഷപ്പെടുത്താൻ വരും? ആരവനെ രക്ഷപ്പെടുത്താൻ വരും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ. സമ്പാദ്യം ജീവിക്കുന്നത് അതിനെന്ന പോലെ, ആകെ ജീവിക്കുന്നത് കച്ചവടത്തിന്, ആകെ ജീവിക്കുന്നത് വീടുണ്ടാക്കാൻ, ആകെ ജീവിക്കുന്നത് മക്കളെ കെട്ടിക്കാൻ. ഈ സമ്പാദ്യങ്ങളൊക്കെ നാളെ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തുപകാരം? സ്വർണത്തിന്റെ ഒരു മോതിരം സ്വഹാബിന്റെ കയ്യിൽ കണ്ടപ്പോഴാണ് ആ മോതിരം വലിച്ചൂര്. സ്വർണം പുരുഷന് പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ആ നരകത്തിന്റെ തീക്കനൽ നീ കയ്യിൽ വെക്കുകയാണോ, നരകത്തിന്റെ തീക്കനൽ ആഭരണമായി അണിയുകയാണോ എന്ന് പുരുഷനോട്, സ്വർണം ധരിച്ച പുരുഷനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചൂരി എറിഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് പോയപ്പോ ചില ആളുകൾ പറഞ്ഞു, സ്വർണമല്ലേ അത് നിങ്ങൾക്ക് എടുത്തുകൂടെ? എനിക്കത് വേണ്ട. അള്ളാഹുവിന്റെ റസൂല് നരകത്തിലാണെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഹലാലിനെ സ്വീകരിച്ചൊരു സ്വഹാബി. പക്ഷേ നമുക്കോ പൈസ കിട്ടുന്ന വിഷയങ്ങളാണോ, എവിടെന്നോ എങ്ങനെയോ ആകട്ടെ മത്സരിക്കണം, മറ്റുള്ളവനെ തോൽപ്പിക്കണം. അയൽപക്കക്കാരനെക്കാളും വലുതെനിക്ക്, എന്റെ സുഹൃത്തിനേക്കാളും ഷോപ്പുകൾ എനിക്ക്, അവനെക്കാളും വരുമാനം എനിക്ക്, അവനെക്കാളും സമ്പാദ്യം എനിക്ക്, എനിക്ക് അവളെക്കാളും ആഭരണങ്ങൾ. ഈ മത്സരത്തോട് മത്സരം നടത്തിയിട്ട് എവിടെന്നാണ് ഈ പൈസ വരുന്നത്? ഹലാലാണോ ഹറാമാണോ? ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ? ഇത് ചിന്തിക്കാതെ മനുഷ്യൻ സമ്പത്തിന് ഓടി നടക്കുമ്പോൾ അൽമാലു ഹലാലുഹു ഹിസാബുൻ വഹറാമുഹു ഹസ്റത്തുൻ വനദാമ. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, സമ്പാദ്യങ്ങളൊക്കെ ഹലാൽ സമ്പാദിച്ചാൽ നാളെ അത് ഹിസാബിന് കാരണമാകും. വിചാരണയുടെ നീളം കൂടും. മുതലാളിയായ സ്വഹാബിയാണ് നാളെ അവസാനമായി വിചാരണ കഴിയുന്ന സ്വഹാബികളിൽ ഏറ്റവും വലിയ മുതലാളിയായിരിക്കും. ആ മുതലാളി മറ്റാരുമല്ല, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. ആ സ്വഹാബി സിറിയയിൽ നിന്ന് കച്ചവട സംഘങ്ങൾ മദീനത്തേക്ക് വന്ന സമയം വെള്ളിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഖുതുബയോദിക്കൊണ്ടിരിക്കുകയാണ്. ഖുതുബയോതുമ്പോഴാണ് വാദ്യമേളങ്ങളുമായി ആഴ്ചകളോളം മാസങ്ങളോളം എടുത്ത് യാത്ര തിരിച്ചു വരുന്ന യാത്രാ സംഘത്തെ കാണാൻ പള്ളിയിലെ കുട്ടികൾ തിരിച്ചോടി പള്ളിയിൽ നിന്ന് പാപ്പമാരെ കാണാൻ, ജ്യേഷ്ഠന്മാരെ കാണാൻ, അനിയന്മാരെ, പിതാക്കന്മാര് മക്കളെ കാണാൻ എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങിയോടി ഖുതുബ നടക്കുന്ന നേരത്ത് കച്ചവട സംഘം വന്നതാണ്. ഗൾഫിൽ നിന്ന് വാപ്പ വന്ന പ്രതീതി പോലുമല്ല, അതിനേക്കാളൊക്കെ വലുതല്ലേ. 40 ദിവസം എടുത്ത് തിരിച്ചുള്ള യാത്ര, അങ്ങോട്ട് 40 ദിവസം. ആ ദീർഘമായ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന യാത്രാ സംഘത്തെ കാണാൻ وَإِذَا رَأَوْا تِجَارَةً أَوْ لَهْوًا انفَضُّوا إِلَيْهَا وَتَرَكُوكَ قَائِمًا قُلْ مَا عِندَ اللَّهِ خَيْرٌ مِنَ اللَّهْوِ وَمِنَ التِّجَارَةِ وَاللَّهُ خَيْرُ الرَّازِقِينَ وَإِذَا رَأَوْا تِجَارَةً أَوْ لَهْوًا انفَضُّوا إِلَيْهَا. ഒരു കച്ചവടമോ ഒരാനന്ദമോ കാണുമ്പോഴേക്കും ഖുതുബയോതുന്ന മിമ്പറിൽ നിൽക്കുന്ന നബിയെ അങ്ങയെ നോക്കുകുത്തിയാക്കി അങ്ങ് മിമ്പറിൽ നിൽക്കെ അങ്ങയെ ഉപേക്ഷിച്ച് പള്ളിയിൽ നിന്ന് പുറത്തു പോവുകയാണോ സത്യവിശ്വാസികൾ എന്ന് സൂറത്തുൽ ജുമുഅയിലെ ആയത്തിറങ്ങിയപ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ യാത്രാ സംഘം വന്നപ്പോഴല്ലേ പ്രശ്നമുണ്ടായത്, എന്റെ യാത്രാ സംഘം വന്നപ്പോഴല്ലേ നബിയേ അങ്ങയുടെ ഖുതുബക്ക് മോശമുണ്ടായത്, എന്റെ യാത്രാ സംഘത്തിന്റെ ഒച്ചപ്പാടുകൾ കണ്ടപ്പോഴല്ലേ ഖുതുബ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടിയത്. അതുകൊണ്ട് നബിയേ, എത്രയോ ദിവസങ്ങൾ എടുത്തെടുത്ത യാത്രയാണതെന്നറിയാം, എത്രയോ സാധനങ്ങൾ, എത്രയോ പൈസയുടെ മുതലാണെന്നറിയാം.
ഇജ്അൽഹാ ഫീമാ യുർദീക യാ റസൂലല്ലാഹ്. ഈ കച്ചവട സംഘത്തിലുള്ള മുഴുവൻ സാധനവും നിങ്ങൾ എടുത്തോളൂ നബിയേ. ഇത് ഞാൻ കച്ചവടം ചെയ്യുന്നില്ല, അള്ളാഹുവിന് വേണ്ടി പ്രയാസം വന്ന ഒരു സമ്പത്ത് എനിക്ക് വേണ്ട, ജുമുഅക്ക് പ്രയാസം വന്ന ഒരു സമ്പത്ത് എനിക്ക് വേണ്ട നബിയേ. ഇത് മുഴുവനും മുസ്ലിമീങ്ങൾക്ക് സ്വതക്കയാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ് പണി ചെയ്തത്. ഈ സ്വഹാബിയെ കുറിച്ച് ശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഖിയാമത്ത് നാളിലെ വിചാരണ കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചു നിൽക്കും സ്വർഗത്തിലേക്ക് പോകാൻ. അവിടുന്ന് ചോദിക്കും സ്വഹാബികളോട്, എല്ലാവരും എത്തിയോ? അവർ പറയും, നബിയേ എല്ലാവരും വന്നിട്ടുണ്ട്, ഒരാളൊഴികെ. ആരാണത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എത്തിയിട്ടില്ല. എവിടെയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്? വലാ സാല ഫിൽ ഹിസാബ്. വിചാരണ നടക്കുകയാണ്, ഇപ്പോഴും അല്ലാഹുവിന്റെ ചോദ്യം തീർന്നിട്ടില്ല നബിയേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർക്ക് പോരാൻ നേരമായിട്ടില്ല. മറ്റാരുമല്ല, അല്ലാഹുവിന്റെ മുമ്പിൽ കൊടുക്കാൻ ഉത്തരമുള്ള സ്വഹാബിയാണിത്. 10ഓളം സ്വഹാബിമാർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടില്ലേ നബി തങ്ങൾ? അൽ അശറത്തുൽ മുബശ്ശരീൻ. ആ 10 പേരിൽപ്പെട്ട ഒരാളാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സമ്പത്ത് കൊണ്ട് പത്രാസോ അഭിമാനമോ നടിക്കല്ലേ, ഇത്ര ഞങ്ങൾക്കുണ്ടെന്ന് പറയല്ലേ, ഞങ്ങളുടെ ആൾ ഇത്രയുണ്ടെന്ന് പറയല്ലേ, ഞങ്ങളുടെ പള്ളിക്ക് ഇത്ര വിലയെന്ന് പറയല്ലേ, അഭിമാനം സമ്പത്ത് കൊണ്ട് കളിക്കല്ലേ. അള്ളാഹുവിന്റെ മുമ്പിൽ എവിടുന്ന് ഇതൊക്കെ കൊണ്ടുവന്നു, എവിടെ ചെലവഴിച്ചു എന്ന ഓരോ പൈസയുടെയും കണക്ക് ബോധിപ്പിക്കാതെ അള്ളാഹുവിന്റെ മുമ്പിൽ കാലെടുത്ത് വെക്കാൻ കഴിയില്ലെന്നാണ് ഹദീസെങ്കിൽ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്ന വാക്കൊന്ന് കേൾക്കിൻ. ഹലാലുഹു ഹിസാബുൻ. ഹലാലിലൂടെ സമ്പാദിച്ചതാണെങ്കിൽ തന്നെയും നാളെ വിചാരണയുണ്ട്. വഹറാമുഹു ഹസ്റത്തും വനദാമ. ഹറാമിലാണ് സമ്പാദിച്ചതെങ്കിൽ നാളെ സങ്കടത്തിന് കാരണമാകും. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങൾ കുറിവെക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ നാടുകളിലൊക്കെ കാണാറുണ്ട്, പോസ്റ്റുകാരന്റെ കുറി, പോസ്റ്റ് ഓഫീസുകാരുടെ കുറി. 20,000 അടച്ചോളൂ, കിട്ടുമ്പോൾ 40,000, അല്ലേ 50,000 അടച്ചോളൂ, 5 വർഷം കഴിഞ്ഞ് കിട്ടുമ്പോൾ 1.5 ലക്ഷം. ഹറാമാണ്, പലിശയാണത്. പലിശ നിങ്ങൾ സ്വീകരിക്കല്ലേ, നിങ്ങൾക്ക് ഹറാമാണത്. നിങ്ങൾ അടച്ചുവെച്ച സംഖ്യ മാത്രം നിങ്ങൾക്ക് തിരിച്ചെടുക്കാം. ആ സംഖ്യയിൽ ഏറെ എത്ര നിങ്ങൾക്ക് ലഭിക്കുന്നുവോ അത് ലാഭമല്ല സഹോദരി, ലാഭമല്ല സഹോദര, നരകത്തിന്റെ കഷ്ണമാണ് നിങ്ങൾ എടുക്കുന്നത്. ഇന്ന സഅയകും ലശത്താ. അല്ലാഹുവിന് വേണ്ട എന്ന് പറയുമ്പോൾ ഉപേക്ഷിക്കാൻ നിങ്ങൾ ഒരുക്കമുണ്ടോ? ലൈഫ് ഇൻഷുറൻസുകാരെ, പോളിസി എടുപ്പിക്കുന്ന ആളുകാരെ, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ലൈഫ് ഇൻഷുറൻസ് ചെയ്യുന്നത് ഹറാമല്ലയോ? വാഹനത്തിന്റെ ഇൻഷൂർ പോലും ഉലമാ റുഖ്സ ചെയ്തതാണ്. അനിവാര്യമായതിന്റെ പേരിൽ, റോഡിൽ വാഹനം ഇറങ്ങാൻ നിർവാഹമില്ലാത്തതിന്റെ പേരിൽ റോഡിൽ ഇറങ്ങുന്ന വാഹനത്തിന് നിങ്ങൾക്ക് ഇൻഷൂർ ചെയ്യാമെന്നല്ലാതെ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ എടുത്ത് മനുഷ്യന്മാരുടെ ജീവന് രക്ഷക്ക് പോളിസികളാണെന്ന് പറഞ്ഞ് പണമടക്കുകയും അതിന്റെ ഇത്ര മടങ്ങ് അപകടം സംഭവിച്ചാലോ മരണപ്പെട്ടാലോ തരാമെന്ന് പറയുന്ന പോളിസി ഏർപ്പാടുകൾ ഹറാമാണ്. സത്യവിശ്വാസിനികളെ, വിശ്വാസികളെ, എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അടച്ച സംഖ്യ നിങ്ങൾ എടുത്തത് നിങ്ങളുടേതാണ്. അതിന്റെ ഏറെയുടെ വരുമാനമോ ഏറെ അവർ തരാൻ പോകുന്നതോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചോളൂ. നമ്മുടെ വീടുകൾ ഉണ്ടാക്കുന്ന, നമ്മുടെ വീടുകളുടെ ചുമരുകൾ ഹറാമുകൾ എന്ന് പൊന്തുന്ന ചുമരുകളാണെങ്കിൽ എങ്ങനെയാണ് ആ വീടുകളിൽ അച്ചടക്കമുള്ള മക്കൾ ഉണ്ടാവുക? 5 സെന്റ് ഭൂമി വാങ്ങുമ്പോഴേക്കും അത് ബാങ്കുകാരന് പോയി പണയപ്പെടുത്തി ബാങ്കിൽ നിന്ന് പലിശക്ക് ലോൺ എടുത്ത് തുടങ്ങുന്ന വീടിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ വെളിച്ചം വരുമോ സഹോദര? അള്ളാഹുവിന്റെ വെളിച്ചം വരുമോ സഹോദരി? ലോൺ എടുത്തിട്ട് പലിശക്കാണ് വീടുണ്ടാക്കുന്നതെങ്കിൽ ആ വീടിന്റെ ചുമരും അതിന്റെ പെയിന്റിങ്ങും അവിടെ നിങ്ങൾ വെച്ച വാഷ് ബേസിനും നിങ്ങളുടെ കട്ടിലും നിങ്ങളുടെ അലങ്കാരങ്ങളും അലമാരകളും ഹറാമിന്റെ പലിശയുടെ പൈസ കൊണ്ടാണ് വാങ്ങിച്ചതെങ്കിൽ അവിടെ കാരുണ്യത്തിന്റെ മലക്കുകൾ വരുമോ സഹോദര? അവിടെ എങ്ങനെയാണ് റഹ്മത്തുണ്ടാവുക? അവിടെ എങ്ങനെയാണ് റബ്ബിന്റെ കാരുണ്യം വരിക? ആരോട് മത്സരിക്കാനായി ലോൺ എടുത്തത്? 2 കൊല്ലം കൊണ്ട് വീട് പൂർത്തിയാക്കണമെന്നും 5 കൊല്ലത്തിനുള്ളിൽ നാട്ടുകാരെ ഞെട്ടിക്കണമെന്നും ആര് പറഞ്ഞു നിന്നോട് ഇത് ചെയ്യാൻ? അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ സഹായവും വരുന്നത് വരെ കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ ബാങ്കുകാരന് കൊണ്ടുപോയി പണയപ്പെടുത്തി, അത് പണ്ടങ്ങളാണെങ്കിലോ സ്വർണമാണെങ്കിലോ ലാൻഡ് ആണെങ്കിലോ നിങ്ങൾ ചെയ്യുന്ന മോർഗേജുകൾ, പലിശ ബാങ്കുകളുമായി ചെയ്യുന്ന ഏർപ്പാടുകൾ ഹറാമാണെന്നും, എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ യഥേഷ്ടം നമ്മുടെ വീടുകളും പറമ്പും കല്യാണങ്ങൾ വരെ വീട്ടിൽ സദ്യ
ഉണ്ടാക്കുന്നത് വരെ പണ്ടങ്ങൾ പണയപ്പെടുത്തിയിട്ട് ബാങ്കുകാരന്റെ ലോൺ എടുത്തിട്ട് ഭർത്താവിന്റെ പൈസ വരുമ്പോഴേക്കും ലോൺ എടുത്തിട്ട് സദ്യയാക്കുകയായി. ആരെ ബോധിപ്പിക്കാനാണ് ഹറാമിന്റെ പൈസ കൊണ്ട് നിങ്ങൾ ആളുകളെ തീറ്റിച്ചത്? ആരെ ബോധിപ്പിക്കാനാണ് നിങ്ങൾ ഹറാമിന്റെ പൈസ കൊണ്ട് ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുത്തത്? ആരെ ഞെട്ടിക്കാനായിരുന്നു ഹറാമിന്റെ ലോൺ എടുത്തുകൊണ്ട് കല്യാണം നടത്തിയത്? അതുകൊണ്ട് സഹോദര സഹോദരി, വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബാ. പലിശ വാങ്ങുന്നതോ കൊടുക്കുന്നതോ അല്ലാഹു ഹറാമാണെന്ന് പറഞ്ഞിരിക്കെ വമാ യുഗ്നി അൻഹു മാലു, ഈ പൈസയൊക്കെ നാളെ രക്ഷപ്പെടുത്തുമോ? ഇദാ തറദ്ദാ, അല്ലാഹുവിന്റെ നരകത്തിലേക്ക് ആണ് വീണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പലിശയുടെ പൈസ നമ്മളെ രക്ഷപ്പെടുത്താൻ വരോ? ഹലാലിന്റെ പൈസ പോലും വരില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഹറാമ് ചെയ്യുക? അതുകൊണ്ട് ഇന്ന സഅയകും ലശത്താ, ഹലാലിന് വേണ്ടി പരിശ്രമിച്ചോളൂ. ഹലാല് നടക്കുന്ന വീട്ടിലെ സൽക്കർമ്മങ്ങളുള്ള മക്കളുണ്ടാകൂ. ഹലാല് ഭക്ഷിപ്പിച്ചാലേ ഭാര്യ നന്നാവൂ. ഹലാല് ഭക്ഷിച്ചാലേ ഭർത്താവ് നന്നാവൂ. ഹലാല് ഭക്ഷിക്കുന്ന മനസ്സുകളിലാണ് നന്മയും സദാചാരവും ഉണ്ടാകുന്നത്. നന്മ വിളയണമെങ്കിൽ ഹലാലുകൾ തിന്നുന്ന വീടുകളാകണം. ഹറാമുകളിൽ പോയി ചാടല്ലേ. ഹലാലും ഹറാമുമുള്ള ലോകമാണിത്. ജ്യൂസുകളും ബീവറേജുകളും കിട്ടുന്ന ലോകമാണിത്. ആൽക്കഹോളിക് ഡ്രിങ്ക്സും നോൺ ആൽക്കഹോളിക്കും കിട്ടുന്ന ലോകമാണിത്. ടോക്സിക്കും ഇൻടോക്സിക്കൻസും കിട്ടുന്ന ലോകമാണിത്. ഹറാമും ഹലാലുമുള്ള ലോകമാണിത്. ഇവിടുന്ന് എന്ത് വേണം, ഞാൻ ഏത് തെരഞ്ഞെടുക്കണം, അത് തെരഞ്ഞെടുക്കാനാണ് അല്ലാഹു നമ്മെ പറഞ്ഞയച്ചത്. ഹുവൽ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. മരണവും ജീവിതവും നിങ്ങൾക്ക് അല്ലാഹു പടച്ചത് നിങ്ങളിൽ ആരാണ് നന്മ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ പുരയുടെ വലുപ്പം നോക്കാനല്ല, നിങ്ങളുടെ ആഭരണത്തിന്റെ ഭാരം കാണാനല്ല, നിങ്ങളുടെ വസ്ത്രത്തിന്റെ ചന്തം കാണാനല്ല, നിങ്ങളുടെ പെരുമയോ നിങ്ങളുടെ പൊലിമയോ കാണാനല്ല. അഹ്സനു അമലാ, അല്ലാഹുവിന് വേണ്ടി ആരാണോ കൃത്യമായും വസദ്ദഖ ബിൽ ഹുസ്നാ, നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിച്ച് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പണിയെടുക്കുന്നത് ആരാണോ അവരെ കാണാനാണ് ഈ ലോകത്തെ അല്ലാഹു സംവിധാനിച്ചത്. ജീവിതവും മരണവും അല്ലാഹു പടച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിലൂടെ പഠിപ്പിച്ചുവല്ലോ. അല്ലാഹുവിനോട് ചോദിക്കാം, അല്ലാഹുവേ, ഹലാല് തിന്നുന്നവരും ഹലാല് പ്രവർത്തിക്കുന്നവരും ഹലാല് സ്വീകരിക്കുന്നവരുമാക്കി തരണേ പടച്ചവനെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ, ഹറാമുമായി ഇടപെട്ടത്, പലിശ ബാങ്കിൽ പോയി ലോൺ എടുത്തത്, പലിശ ബാങ്കിൽ നിന്ന് പലിശ എടുത്ത് തിന്നത്, എല്ലാം പുറത്തു തരണേ പടച്ചവനെ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയതൊക്കെ അല്ലാഹു മാപ്പാക്കി തരട്ടെ. കഴിഞ്ഞു പോയത് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഓരോ നിമിഷവും ഓർത്തുകൊണ്ട് ജീവിച്ചോളൂ. ഇത് എന്റെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടുമുള്ള ഉപദേശമാണ്. ഇത് കളിക്കാൻ വന്ന ലോകമല്ല, ഇത് ചിരിക്കാൻ വന്ന ലോകമല്ല, ഇത് ആനന്ദിച്ച് മതിമറന്ന് ജീവിക്കാൻ വന്ന ലോകമല്ല. കൃത്യമായ ലക്ഷ്യത്തോടുകൂടെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായ മാർഗരേഖയിലൂടെ ജീവിച്ച് നടന്ന് അങ്ങോട്ട് അക്കരെ പറ്റാൻ ആർക്ക് കഴിയുമോ? അവര് സ്വർഗത്തിന്റെ വഴിയിലേക്കാണ് പോകുന്നത്. അവിടെ കാത്തിരിക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൗദുൽ കൗസറിന്റെ അരികത്ത് കാത്തിരിക്കും. ലോകത്തോട് യാത്ര പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അന ഫറതുകും ഇൻദൽ ഹൗദ്, ഹൗദുൽ കൗസറിന്റെ അരികത്ത് ഞാൻ അവിടെ നിൽക്കും കേട്ടോ. ഞാൻ നിങ്ങളവിടെ കാണാൻ കൊതിക്കുന്നുണ്ട്. നമ്മളെ കാണാൻ കൊതിച്ചില്ലേ നബിതങ്ങൾ? ബഖീഇൽ എന്ന ജന്നത്തുൽ ബഖീഇൽ ഒരു സ്വഹാബിയെ മറവ് ചെയ്തുകൊണ്ടിരിക്കെ, സ്വഹാബത്ത് അവിടെ ഇങ്ങനെ കൂടിയിരിക്കെ, ഏതാനും സ്വഹാബികളോടുകൂടെ അവിടെ നിന്ന് വഫാത്താകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടുന്ന് പറഞ്ഞു, വദിച്ചു, ഞാൻ കൊതിച്ചു പോകുന്നു, ലൗ റഅയ്തു ഇഖ്വാനി, എന്റെ സഹോദരന്മാരെ കണ്ടിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നുണ്ട് സ്വഹാബികളെ. അവർ ചോദിച്ചു, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരന്മാരല്ലേ? അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ കമ്പാനിയൻസ്, നിങ്ങൾ എന്റെ സഹചാരികൾ, നിങ്ങൾ എന്റെ സ്വഹാബികളാണ്. എന്റെ സഹോദരന്മാർ, എന്റെ സഹോദരിമാർ, അവർ ഇതുവരെ ലോകത്ത് വന്നിട്ടില്ല. അല്ലദീന ലം യഅതു ബഅദു, ഇതുവരെ ലോകത്ത് വന്നിട്ടില്ല. യുഅ്മിനൂന ബി വലം യറൗനി, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്നവരാണവർ. യുഅ്മിനൂന ബി വലം യറൗനി, എന്നെ കണ്ടിട്ടില്ല അവർ, പക്ഷേ എന്നിൽ വിശ്വസിക്കും.
ഖുർആനിന്റെ അവതരണത്തിന് സാക്ഷികളല്ല അവർ, പക്ഷെ അള്ളാഹുവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർ, അള്ളാഹുവിനെ കണ്ടിട്ടില്ല അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ. അങ്ങനെ നിങ്ങളുടെ കാലശേഷം വരാൻ പോകുന്ന ലോകാവസാനം വരെ വരാൻ പോകുന്ന സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും ഒന്ന് കണ്ടെങ്കിലെന്ന് ഞാൻ കൊതിക്കുന്നു എന്ന് മരണപ്പെട്ട ഒരു സമൂഹത്തിന്റെ അരികത്ത് മഖ്ബറയിൽ ചെന്നിട്ട്, ഖബർസ്ഥാനിൽ ചെന്നിട്ട് ജീവിച്ചിരിപ്പുള്ള സ്വഹാബത്തിന്റെ മുമ്പിൽ നിന്നിട്ട് വരാൻ പോകുന്ന തലമുറയെ കാണാൻ കൊതിച്ച നബിയാണ് ഷഫീഉൽ മുദ്നിബീൻ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹമില്ലേ?